വചനത്തിലേക്ക് തിരിഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾ പാടിയതുപോലെ അവിടുത്തെ ആ ചങ്കില രക്തം കൂടെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ചുരുങ്ങിയ അവിടുത്തെ ആ ദിവ്യ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള നിസ്സീമമായിട്ടുള്ള ഒരു രക്ഷ ഒരുക്കാനായിട്ട് അവിടുന്ന് കർത്താവേ നിസ്സീമമായിട്ട് അളവില്ലാതെ അവിടുത്തെ ആ രക്തത്തിലൂടെ അവിടുത്തെ ജീവനെ അവിടുത്തെ പ്രാണനെ ഞങ്ങൾക്കായിട്ട് ഒഴുകി തന്നുവല്ലോ. നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകണം. അത് എത്ര വിലയേറിയ രക്തം കർത്താവേ, ആ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കർത്താവേ. ആ രക്തത്തിന് മാത്രമേ ഞങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളല്ലോ കർത്താവേ. ഞങ്ങളുടെ കണ്ണീർ കടലോ, ഞങ്ങളുടേതായ കർത്താവേ പുണ്യപ്രവൃത്തികളോ, ഞങ്ങളുടേതായ സ്വയ അധ്വാനങ്ങളോ ഒന്നും കർത്താവേ ഞങ്ങളുടെ പാപം കഴുകി കളയാൻ സാധിക്കത്തില്ലല്ലോ കർത്താവേ. എന്ന് അവിടുന്ന് ആ രക്തം ചൊരിഞ്ഞു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ എത്ര 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 നന്ദി പറഞ്ഞാലും അത് മതിയാകത്തില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് നന്ദി പറയുക ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ വാക്കുകളെല്ലാം കർത്താവേ അത് ഹോളോവായി പോവുമല്ലോ. അത് കർത്താവേ അതൊരു കാമ്പ് ഇല്ലാത്തതായി പോവുമല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതം അത് റെസണേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അത് പ്രതിധ്വനിക്കുന്നില്ലെങ്കിൽ കർത്താവേ ഞങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിട്ടും കർത്താവേ അവിടത്തേക്ക് വീണ്ടും ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങളെ പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വചനത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാന്, ആ വചനത്താൽ വെല്ലുവിളിക്കപ്പെടുവാന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഴത്തിലുള്ള മാനസാന്തര രൂപാന്തരം ഉണ്ടാവുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമായിരുന്നു നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മള് 9-ാമത്തെ വാക്യം മൊത്തം നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം വെളിപാട് പുസ്തകം അവിടെ ബാബിലോണിന്റെ ബാബിലോൺ ആകുന്ന വ്യാജ ക്രിസ്തീയ മതത്തിന്റെ വലിയ ന്യായവിധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ ഹല്ലേലൂയ അത് ഈ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ചുള്ള ഒരു 3 ഹല്ലേലൂയ നമ്മൾ കണ്ടു. അതിന്റെ 19-ാം അധ്യായം, വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും ഒക്കെ വ്യാജമായ ക്രിസ്തുവിന്റെ പേരില് യേശുവിന്റെ പേരിൽ നടക്കുന്നു എന്ന വ്യാജമായിട്ടുള്ള പല കാര്യങ്ങള് നടക്കുന്നു. യേശുവിന്റെ പേരെടുക്കുന്നു എന്നാൽ ലോകത്തിന്റെ പിന്നാലെ, സ്വന്തം ഇഷ്ടത്തിന് പിന്നാലെ, പണത്തിന്റെ പിന്നാലെ, മനുഷ്യമാനത്തിന്റെ പിന്നാലെ, ജടിക സുഖങ്ങൾക്ക് പിന്നാലെ, എന്നാൽ യേശുവിന്റെ പേരിന്റെ ഒരു മറവ് എടുത്തുകൊണ്ട് അങ്ങനെ പോകുന്ന ആ ഒരു വ്യാജ ക്രിസ്തീയതയുടെ ന്യായവിധിയെ കുറിച്ച് നമ്മൾ എത്രമാത്രം സന്തോഷിക്കേണ്ടതായിട്ടുണ്ട്. അത് എക്സ്പോസ്ഡ് ആവുമ്പം അത് ഇന്ന് തന്നെ നമ്മള് വചനമാകുന്ന ചാട്ടവാറ വെച്ച് പല ദേവാലയത്തിലെ മണി ചേഞ്ചേഴ്സിനെ കർത്താവിന്റെ പേരും പറഞ്ഞ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഇന്ന് ക്രിസ്തു എന്ന് പറയുന്ന ലോകത്ത് എക്സ്പോസ് ചെയ്യേണ്ടത് എത്രമാത്രം ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയൊരു ഹല്ലേലൂയയെ കുറിച്ചൊക്കെ നമ്മൾ അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലൊക്കെ അത് വായിച്ചിട്ട് പിന്നെ 6-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ദ ലോർഡ് അവർ ഗോഡ് ദ ഓൾമൈറ്റി റെയിൻസ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞത് ഈ ഒരു വെളിപാട് 19-ന്റെ 6-ാമത്തെ വാക്യം കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞതിന് ശേഷം, കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നത് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പലപ്പോഴും പലരോടും കൗൺസിലിങ്ങിനിടയിൽ ഈ വചനത്തോട് താല്പര്യമുള്ളവരോട് കൗൺസിൽ ചെയ്യുമ്പോൾ ഈ വചനം തന്നെ വീണ്ടും വീണ്ടും കയറി വരുന്നുണ്ടായിരുന്നു. ഈവൻ പലതവണ വെളിപാട് 19-ന്റെ 6-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അവിടെ എന്റെ അവസാന ഹല്ലേലൂയ സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു, ഇഷ്ടമുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നില്ല, ഇഷ്ടമില്ലാത്ത ചിലരുടെ പെരുമാറ്റങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഇഷ്ടമില്ലാത്ത പെരുമാറ്റങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവിടെ എല്ലാം നമുക്ക് എങ്ങനെ വലിയൊരു സമാധാനത്തോടെ, സന്തോഷത്തോടെ, കർത്താവിന്റെ സന്നിധിയിലെ സ്വസ്ഥതയോടെ ആയിരിക്കാൻ സാധിക്കുന്ന വെച്ചാൽ ലോർഡ് അവർ ഗോഡ് ദ ഓൾമൈറ്റി റെയിൻസ്. എല്ലാത്തിന്റെയും മീതെ ആരാ ഭരിക്കുന്നത്, എല്ലാത്തിന്റെയും ചുക്കാൻ പിടിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമുക്ക് തോന്നുന്നു യൂദാസ് ഇസ്കരിയോത്തിയെ പാനപാത്രം കൊണ്ട് വന്നേന്ന്. എന്നാൽ അതിന്റെ പിന്നിൽ എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്നാണ് യേശു കർത്താവ് യോഹന്നാൻ 18-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതായിട്ട് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളത്. അപ്പം ദ ലോർഡ് ഓഫ് ഗോഡ്, കർത്താവാണ് സർവശക്തി. അത് വെറും എന്തെങ്കിലും ഒരു ബലഹീനനായ ഒരു ദൈവമല്ല, മറിച്ച് സർവശക്തനായ ഓൾമൈറ്റി പാൻഡക്രറ്റോ 10 തവണ
പുതിയ നിയമത്തില് ഓൾമൈറ്റി എന്ന് സർവശക്തൻ എന്ന കർത്താവിനെ കുറിച്ച് പറയുന്നതിൽ 9 തവണയും വെളിപാട് പുസ്തകത്തിൽ അതിൽ ഈ ഒരു റെഫറൻസ് ആണ് അതിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ഞാനത് നോക്കുവാണെങ്കിൽ പാൻഡാക്രിറ്റോർ എന്നുള്ള ഇനിയിപ്പം 19:6 നമ്മൾ വായിച്ചു സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് ആയിട്ട് ഇനിയിപ്പം 15-ാമത്തെ വാക്യത്തിലും ഇതേ വെളിപാട് പുസ്തകം 9-15 വാക്യത്തിലും അവിടെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവും അവിടെ ആ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോഴും ആ സർവശക്തിയുള്ള ദൈവം എന്ന് അവിടെ പരിശുദ്ധാത്മാവ് എടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം അവസാനമായിട്ട് ദൈവത്തെ സർവശക്തി എന്ന് വിളിക്കുന്നത് 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലാണ്. അത് അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? ദ ലോർഡ് ഐസോനു ടെമ്പിൾ, ഞാൻ മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ആ സർവശക്തനായ ദൈവപിതാവും കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവും തന്നെയാണ് അവിടുത്തെ മന്ദിരം എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നു. അപ്പം അവിടെയും ദൈവത്തിന്റെ മന്ദിരം, ദൈവം വാഴുന്നു എന്നുള്ളൊരു കാര്യം ആ സർവശക്തിയുള്ള ദൈവം തന്നെയാണ് ന്യായം വിധിക്കുന്നത്. അപ്പോ നമുക്ക് പിന്നെ ആനന്ദലബ്ധിക്കിനി എന്ത് വേണമെന്ന് പറയുന്നത് പോലെ എത്ര വലിയൊരു സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാവുന്ന പല കാര്യങ്ങൾ നടന്നാലോ നടന്നില്ലല്ലോ എന്തൊക്കെയാണെങ്കിലും കർത്താവാണ് എല്ലാത്തിന്റെയും മീതെ വാഴുന്നത്. അപ്പൊ അതറിയുമ്പോ കർത്താവെ അവിടുന്ന് എല്ലാം ഏറ്റവും നന്മയ്ക്കായിട്ട് ആക്കി തീർക്കും. ഈ സർവശക്തനായ ദൈവത്തിനെല്ലാം നന്മയ്ക്കായിട്ട് ആക്കി തീർക്കാനൊക്കും. റോമർ 8-ന്റെ 28-ാമത്തെ വാക്യം. അത് എങ്ങനെ നന്മ, എന്താ നന്മ എന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യം 29-ാമത്തെ വാക്യത്തില് അത് യേശുവിനെ പോലെ ആകുന്നതാണ് നന്മ, ആ അത്യന്തികമായിട്ടുള്ള നന്മയിലേക്ക്. അതായത് പല കാര്യങ്ങൾ നമുക്ക് തിന്മയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഏത് കാര്യങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളും നന്മയിൽ നിന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാവട്ടെ, തിന്മയിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങളാവട്ടെ, എന്ത് കാര്യങ്ങളായാലും അതെല്ലാം നാം ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ നിർണയത്തിന്, ദൈവത്തിന്റെ വിളിക്ക് നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ഇഷ്ടത്തെയും നമ്മുടെ നിർണയത്തെയൊക്കെ അങ്ങ് മാറ്റിവെച്ച് കർത്താവെ അവിടുത്തെ നിർണയത്തിലേക്ക്, അവിടുത്തെ ഇഷ്ടത്തിലേക്ക്, അവിടുത്തെ പേർപ്പസ്, അവിടുത്തെ ഉദ്ദേശത്തിനായിട്ട് ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങനെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് കർത്താവെ അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പോ എന്താ പറ്റുന്നേ? നമ്മുടെ ഇഷ്ടം മാറ്റിവെച്ച് കർത്താവിന്റെ നിർണയത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ തിന്മയായിട്ട് ഭവിച്ച കാര്യങ്ങൾ പോലും നന്മയായി തീരുന്നു, നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർന്നു. നമ്മളുടെ ആ സ്വന്തം ഹിതമാകുന്ന ആ പാറ, ആ കട്ടിയുള്ള തിരശ്ശീല ചീന്തപ്പെട്ട് അധികമായിട്ട് ഒരു അഭിഷേകത്തിലേക്ക് വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന നമുക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നിയ പല കാര്യങ്ങളും തന്നെ ശരിക്കും നമ്മളെ അധികമായിട്ടൊരു അഭിഷേകത്തിലേക്ക്, അധികമായിട്ടുള്ളൊരു നിറവിലേക്ക്, അധികമായിട്ടുള്ളൊരു പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കും കത്താനുള്ള അധികമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്കും ഒക്കെ ആ കാര്യങ്ങൾ തന്നെ അത് ആക്കി തീർക്കുന്നു. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ അധികമായിട്ട് നിറയപ്പെടുന്നത് നമ്മൾ യേശുവിനെ പോലെ അധികമായിട്ട് ആയിത്തീരുന്നു. അതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. എങ്ങനെ കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി ആയിരിക്കുന്നത് വെച്ചാൽ അവിടെ എല്ലാം എന്ത് സംഭവിച്ചാലും നമ്മൾ അവിടെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ, അല്ലാതെ നമ്മുടെ നിർണയം തന്നെ വേണം, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം, എന്റെ സ്വന്തം ഇഷ്ടം, ഞാനാണ് വലിയ ആള്, ഞാൻ വിചാരിച്ചോണ്ടൊക്കെ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു സ്വയത്തിന്റെ ഒരു ഇതിലാണ് നമ്മൾ വസിക്കുന്നതെന്നുണ്ടെങ്കിൽ കർത്താവിനെ നന്മയ്ക്കായിട്ട് വ്യാപരിപ്പിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നാം കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളിതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മളെ അവിടെ അധികമായിട്ടുള്ളൊരു അഭിഷേകത്തിൽ, അധികമായിട്ടുള്ളൊരു വലിയൊരു കർത്താവിന്റെ ജീവന്റെ നിറവിലേക്കും കർത്താവിനെ പോലെ ആയിത്തീരുന്നതിലേക്കും ഒക്കെ നമ്മളെ ഓരോ സാഹചര്യങ്ങൾ ദൈവം നടത്തും. അപ്പൊ അങ്ങനെ കുഞ്ഞാടിന്റെ കാന്ത തന്നെ ഒരുക്കുന്ന കാര്യമൊക്കെ നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ കണ്ടു. തന്നെ ഒരുക്കുന്നു. നമ്മളെ കർത്താവാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഒരുക്കുന്ന. പരിശുദ്ധാത്മാവുന്ന ബ്യൂട്ടീഷ്യൻ സഹായകനെ അയച്ച് കർത്താവ് ഒരുക്കുന്ന നമ്മൾ തന്നെ ഒരുക്കിയിരിക്കുന്നു പറഞ്ഞാൽ എന്താ? നമ്മെ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ ഓരോ പ്രേരണയ്ക്കും പരിശുദ്ധാത്മാവ് നമുക്ക് പല കാര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിലെ കുറവുകളും മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങളും അനുദപിക്കേണ്ട കാര്യങ്ങള്, നമ്മൾ ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങള്, നിരപ്പാകേണ്ട കാര്യങ്ങള്, തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങള്, ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുമ്പോൾ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മൾ കീഴടങ്ങി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അങ്ങനെ ആ കറയും ചുളുക്കവും എല്ലാം മാറി അവിടെ പാപക്കറ മാറുന്നു, ചുളുക്കം പഴമ മാറുന്നു, എപ്പോഴും ഒരു ഫ്രഷ്നെസ് വരുന്നു. അങ്ങനെ നമ്മൾ കർത്താവിനായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അധികമായിട്ട് കാന്തയായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അധികം തേജസ് നമ്മുടെ അകത്തെ ഹൃദയത്തിലെ നിഗൂഢ മനുഷ്യൻ എന്ന് നമ്മൾ അവിടെ എവിടെ വായിക്കുന്നത്? 1 പത്രോസ് 3-ാം അധ്യായത്തില് പുറമെയുള്ള ആഭരണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 1 പത്രോസ് 3-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പുറമെയുള്ള ആഭരണം അല്ല വേണ്ടേ, മറിച്ച് 4-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 3-ന്റെ 4 സൗമ്യതയും സാവധാനതയും ഉള്ള ആത്മാവ്, മനസ്സെന്നുള്ളത് ന്യൂമ എന്നുള്ള വാക്ക് ഗ്രീക്കിലുള്ളത്, സൗമ്യതയും സാവധാനതയും ഉള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ്
നമ്മളുടെ ആത്മാവിലൊന്ന് നിറയുമ്പോൾ കർത്താവിന്റെ ജീവന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സൗമ്യതയും സാവധാനത എന്ന് പറയുമ്പോൾ മീക്ക് ആൻഡ് ക്വയറ്റ്നെസ്, ആ ഒരു ശാന്തത. ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കര സംസാരവും ബഹളവും വെപ്രാളവും അങ്ങനെയൊക്കെയുള്ള ഒരു അസ്വസ്ഥതയും വെപ്രാളവും അല്ല, മറിച്ച് ഒരു സാവധാനത, എല്ലാത്തിനും ഒരു ശാന്തത, ഒരു സൗമ്യത, മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. അങ്ങനെയുള്ള ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് എന്ന് NSB പറഞ്ഞു. മീക്ക് ആൻഡ് ക്വയറ്റ് എന്ന് എനിക്ക് തോന്നുന്നു KJV പറയുന്നത്, NKJV. അപ്പൊ അങ്ങനെ ആ സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ് എന്ന അക്ഷയഭൂഷണമായ, അത് ക്ഷയിക്കാത്ത ഇംപെറിഷബിൾ ക്വാളിറ്റിയാണ്, അത് ക്ഷയിക്കാത്ത അലങ്കാരമായിട്ടുള്ള ഭൂഷണമായിട്ടുള്ള ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, അത് ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട്, നമ്മളുടെ അകത്തെ മനുഷ്യൻ. ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ അകമയുള്ള മനുഷ്യൻ, നമ്മളുടെ ആത്മമനുഷ്യൻ. നമ്മളെ വീണ്ടും ജനിച്ചപ്പോ ഒരു കുഞ്ഞായി ജനിച്ച ആ ആത്മമനുഷ്യൻ, ഇപ്പോ ആ ആത്മമനുഷ്യൻ അതൊരു അക്ഷയഭൂഷണമായിട്ടുള്ള കാര്യമായിട്ട്, അതായത് ഈ സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ് എന്ന അക്ഷയഭൂഷണമായിട്ടുള്ള ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ നമുക്ക് ആഭരണമായിട്ടായിത്തീരണം. അതാണ് ഒരു അക്ഷയഭൂഷണമായിട്ട്, അതാണ് ക്ഷയിക്കാത്ത. മറ്റേ ഗോൾഡും സിൽവറും പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകളും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആഭരണ വിഭൂഷണ ആദികളൊക്കെ നമ്മൾ ധരിക്കുന്നതെല്ലാം കൂടെ അതെല്ലാം നശിച്ചു പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ഇത് നശിച്ചു പോകാത്ത ഒരു ആഭരണമാണ്. അത് ധരിച്ചു വേണം നമ്മൾ കാന്തയായിട്ട് ഒരുങ്ങാൻ. അത് സ്ത്രീകളെ കുറിച്ച് എസ്പെഷ്യലി അവിടെ പറഞ്ഞിരിക്കുകയാണെന്ന്, അത് എല്ലാ ദൈവമക്കളെ കുറിച്ചും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താ ആ ഒരു അകമയുള്ള ആ ഒരു ആഭരണം, അകമയുള്ള ആഭരണം ആയിരിക്കണം. അതാണ് ദൈവസന്നിധിയിൽ വലിയ വിലയേറിയത്. മറ്റേ ഡയമണ്ട് നെക്ലേസും ബാക്കി വലിയ വലിയ മുത്തുമാലയും ഏതാണ്ടൊക്കെ ഇവിടെയൊക്കെ കുത്തിയൊക്കെ വെക്കുമല്ലോ ആൾക്കാർ. അതൊക്കെ എല്ലാം നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ യഥാർത്ഥത്തില് മുടിയൊക്കെ വേറെ ഏതാണ്ട് രീതിയിൽ ഹെയർ ഡൂ മാതിരിയൊക്കെ ചെയ്ത് അതൊന്നും വേണ്ടത്. അതിന്റെ തൊട്ട് മുമ്പ് 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നത്. തലമുടി നമ്മൾ സാധാരണ പോലെ പിന്നുന്ന കാര്യമല്ല പറഞ്ഞു. ഈ ഹെയർ ഡൂ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ടൊക്കെ തിരിച്ച് പൊളച്ച് ഇങ്ങനെ ആൾക്കാരെ ശ്രദ്ധിക്കാൻ തക്ക വേണം ഏതാണ്ടൊക്കെ രീതിയിൽ സ്റ്റൈലിലൊക്കെ ആക്കി വെക്കുന്ന മുടി. എത്ര സമയമാണ് നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ മുടി ചെയ്യുവാന് പെൺകുട്ടികളും സഹോദരിമാരും ഒക്കെ അവർ മുടി അങ്ങോട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, സ്ട്രൈറ്റൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മുടിമേലുള്ള അഭ്യാസങ്ങൾ, അതാ പിന്നിയ മുടി എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്ന വെച്ചാൽ വിലയേറിയ വസ്ത്രം ധരിക്കുന്ന വെച്ചാൽ ഒരു ഷോ ഓഫ് മാതിരിയുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കോൺസ്പിക്യൂസ് ആവാൻ വേണ്ടി നമ്മൾ സാധാരണ മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യം സൗകര്യമാരെ കുറിച്ച് എസ്പെഷ്യലി അവിടെ 1 പത്രോസ് 2:9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന മോഡസ്റ്റ് ആൻഡ് ഡിസ്ക്രീറ്റ് ആയിട്ട് ആ ഒരു കുലീനമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നാൽ പുട്ടിങ് ഓൺ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഷോ ഓഫ് മാതിരിയുള്ള ഒരു വസ്ത്രാലങ്കാരങ്ങളും അതും ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള പുറമേ ഉള്ളതല്ല, മറിച്ച് അകമയുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആഭരണം. അകമയുള്ള ആഭരണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാന്ത ഒരുങ്ങുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എസ്തർ ഒരുങ്ങിയ കാര്യവും എസ്തറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരുങ്ങിയ കാര്യമൊക്കെ നമ്മൾ അവിടെ എസ്തറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് എസ്തർ രാജാവിന് മുമ്പാകെ അവിടെ പ്രസന്റഡ് ആയപ്പോൾ അത് ഏറ്റവും രാജാവിന് പ്രസാദകരമായിരുന്നു. എസ്തർ ബാക്കിയുള്ള കന്യകമാർ ഒരുങ്ങുന്നത് പോലെയൊന്നും അല്ലായിരുന്നു ഒരുങ്ങിയത്. നമ്മളെ എസ്തറിന്റെ പുസ്തകത്തിലേക്ക് പോയ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവള് ദൈവഭയത്തോടെ ദൈവത്തിന് മുമ്പാകെയുള്ള ഒരു ഒരുക്കമായിരുന്നു എസ്തറിനുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ പോലെയുള്ള ബാക്കിയുള്ള ആ ഒരു ആക്രാന്തം പിടിച്ചുള്ള ഒരുക്കമല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ എസ്തറിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത് നമ്മളവിടെ വായിക്കുന്നത്. അവന്റെ കാന്തയും വെളിപാട് 19-7 വാക്യം, അവന്റെ കാന്തയും തന്നത്തിന് ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ ഒരു വിശേഷ വസ്ത്രം, ഫൈൻ ലിനൻ, ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള വിശേഷ വസ്ത്രം എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്ന ആ ഒരു സിംപ്ലിസിറ്റി, ലാളിത്യത്തെ കുറിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നില്ല. ലളിതമായിട്ടുള്ള ആ ഒരു വസ്ത്രധാരണം, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെയാണ്. നമ്മളെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയില്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർത്താവിന്റെ നാമോഹത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് കാന്തയുടെ വസ്ത്രമായിട്ട് തീരുന്നു. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതല്ല കറപുരണ്ട തുണി പോലെ ആയിത്തീരുന്നു എന്നാണ് യെശയ്യാവ് 64-6 വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത്. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പം കല്യാണത്തിന് കാന്തി ഒരുങ്ങിയിരിക്കുന്നു, പിന്നെ ക്ഷണിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട് സ്വർഗത്തിൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിമൂജ്യം പുസ്തകത്തിൽ വായിച്ചതുപോലെ ഈ ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താ, നൂറുമേനി ഫലം കായ്ച്ചവരാണ്
കാന്തയായിട്ട് തീരുന്നത്. അവരുടെ ജീവിതത്തിൽ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളതിൽ ഒരു കുറവും കുറ്റവും ഇല്ലാത്തതായിട്ട് ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് യേശു കർത്താവായിരുന്നു, മനുഷ്യനായിട്ട് വന്ന യേശു കർത്താവായിരുന്നു. എന്നാൽ ബാക്കി എല്ലാ മനുഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് ഉൾപ്പെടെ പല വീഴ്ചകളും താഴ്ചകളും അവരുടെ ജീവിതത്തിലും അവര് എല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ നൂറുമേനി ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിന് ഒത്തവണ്ണം സമ്പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം കുറവുകളോ വീഴ്ചകളൊക്കെ ഉണ്ടായപ്പോലും കർത്താവെ എന്നെ സഹായിക്കണമെന്നുള്ളൊരു ആത്മാവിലെ ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു തേങ്ങലോടുകൂടി അവര് ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ളവര്, അങ്ങനെ തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നവര്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സഹോദരി സാക്ഷ്യം പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ വചനമാകുന്ന കണ്ണാടി, വചനത്തെ കണ്ണാടി ഉപമിച്ചിരിക്കുന്നുണ്ട് യാക്കോബ് 1:23. ആ വചനം യേശുവിനാണ്. അപ്പൊ യേശുവാകുന്ന വചനമാകുന്ന കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മളുടെ സ്റ്റെയിൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ലോകത്തിന്റെ പല കറകളൊക്കെ കർത്താവ് കാണിച്ചു തരുമ്പോൾ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് കാണാനൊക്കെ അവിടെ ഇവിടെയൊക്കെ പാടുണ്ട്. അതെല്ലാം നമുക്ക് തുടച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കാൻ സൗകര്യം കഴിഞ്ഞ ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യം. എന്നാൽ അങ്ങനെ ഒരുക്കമൊന്നുമില്ല. എന്നാ അവര് രക്ഷയിൽ തന്നെ നിലനിന്നു. അവര് പ്രാകാരത്തില് കടന്നു, അത് വിശുദ്ധ സ്ഥലം വരെ എത്തിയെന്ന ക്രൂസിന്റെ വഴിയിലൂടെ അങ്ങ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് അവരുടെ ജഡമാകുന്ന തിരശ്ശീല ചീന്താനൊന്നും അവരെ അധികം അനുവദിച്ചില്ല. അത്രയ്ക്ക് അങ്ങ് ചീന്തൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നുള്ളൂ. അപ്പൊ ഒരു 30% ചിന്തപ്പെട്ടവരുണ്ട്, 60% ചിന്തപ്പെട്ടവരുണ്ട്. മൊത്തമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉള്ള സമയം കൊണ്ട് മൊത്തമായിട്ട് ചിന്തപ്പെടുവാനായിട്ട് ദൈവത്തെ അനുവദിച്ചവര് അങ്ങ് അതിവിശുദ്ധ സ്ഥലത്ത് കാന്തയായിട്ടായി തീരുന്നുണ്ടെങ്കിൽ 30% 60% ഒക്കെ ഉള്ള ഒരു പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും ഒക്കെ ഒതുങ്ങേണ്ടി വന്നു. അവരാണ് ഈ ക്ഷണിക്കപ്പെട്ടവരെന്ന് നമ്മളിപ്പോ അന്തിമജീവൻ പുസ്തകത്തിന് കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ. അപ്പം ആ 30% എന്ന് പറയുമ്പം അവരുടെ ജീവിതത്തിലെ 70% എന്തുണ്ട്? ചീത്ത നിലവുണ്ട്. അപ്പം നമ്മൾ ആ വിതയ്ക്കുന്നതിന്റെ ഉപമയും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. ഞാനത് ചുരുക്കമായിട്ടൊന്ന് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് എന്താ, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അപ്പൊ അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മൊത്തം ചീത്ത നിലവാണ്. ചീത്ത നിലവ് എന്ന് പറഞ്ഞാൽ എന്താ? വഴിയരികിൽ വീണ വിത്ത്, പാറയിന്മേൽ വീണ വിത്ത്, മുള്ളിന്മേൽ വീണ വിത്ത്. അവിശ്വാസികളുടെ ജീവിതത്തിൽ മൊത്തവും അതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ഫലമൊന്നുമില്ല. എന്നാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെ 30%, 60%, 100%. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ദേഹം, ദേഹി, ആത്മാവ്, ആ ഒരു കാറ്റഗറി. ആത്മാവിൽ ജനിച്ചു, ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മാവിനെ നയിക്കപ്പെടുന്നു. ഈ 3 ഫേസസ് ഓഫ് ലൈഫ്. ശിശുക്കൾ, യുവാക്കൾ, പിതാക്കന്മാർ. നമ്മൾ 1 യോഹന്നാൻ 2:13-14 ആ കാറ്റഗറി. ചിൽഡ്രൻ, യങ് മെൻ, ഫാദേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാറ്റഗറി പല ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു 3 തലങ്ങള്, ക്രിസ്ത്യ ജീവിതത്തിന് 3 തലങ്ങള്. അപ്പോ ഈ നല്ല നിലത്ത് വീണവരെന്ന് പറയുന്നത് തന്നെ ഈ 3 ടൈപ്സ് ഓഫ് സോയിൽ. ഇപ്പൊ മൊത്തം പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വിതയ്ക്കുന്നതിന്റെ ഉപമയിൽ 4 ടൈപ്സ് ഓഫ് സോയിൽ, 4 തരത്തിലുള്ള നിലവെന്ന് നമുക്ക് തോന്നി. എന്നാൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 6 തരത്തിലുള്ള നിലവുണ്ട്. 3 തരത്തിലുള്ള ചീത്ത നിലവുണ്ട്, 3 തരത്തിലുള്ള നല്ല നിലവുണ്ട്. 3 തരത്തിലുള്ള നല്ല നിലവെന്ന് പറയുന്നത് ഏതാ? 30%, 60%, 100%. ഇപ്പൊ 30% ജീവിതത്തെ സമർപ്പിച്ചവരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ 70%-ത്തിലും എന്തൊക്കെ പോർഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ കുറെ വഴിയരികെ വീണ വിത്തുകൊണ്ട്, കുറെ പാറമേൽ വീണ വിത്തുകൊണ്ട്, കുറെ മുള്ളിന്മേൽ വീണ വിത്തുമൊക്കെ അവരുടെ ജീവിതത്തിൽ 70%-ത്തിലുള്ളത്. അതുകൊണ്ട് 30% അവർക്ക് ഫലമുള്ളൂ. പിന്നെ 60% ഫലം കാഴ്ചവരെന്ന് പറയാം, 60 ഫലം കാഴ്ചവെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ള 40% എന്തൊക്കെയാ? ഈ പറയുന്ന വഴിയരികിൽ വീണ വിത്തിന്റെ അവസ്ഥയുണ്ട്, പാറമേൽ വീണ വിത്തിന്റെ അവസ്ഥയുണ്ട്, മുള്ളിനിടയിൽ വീണ വിത്തിന്റെ അവസ്ഥയുണ്ട്. എന്നാൽ 100% ഫലം കാഴ്ചവെന്ന് പറഞ്ഞാൽ അവര് ക്ഷമയോടെ അവര് ഫലം കായ്ക്കുന്നു എന്നൊക്കെ നമ്മൾ ലൂക്കോസ് 8:15 നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നല്ലോ. ആ പോർഷൻ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അവരുടെ ജീവിതത്തിൽ ക്ഷമയോടെ ഫലം കായ്ക്കുന്നു, അല്ലെങ്കിൽ ഹുപ്പാമിനി, പെർസീവറൻസ്, ആ ഒരു സഹിഷ്ണുതയോടെ അവര് ഫലം കായ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം താഴ്ചകളും വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അവര് സത്യസന്ധമായിട്ട് ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ വന്നുകൊണ്ടേ ഇരുന്നതുകൊണ്ട്, അവര് തങ്ങളെ തന്നെ ശരിയാൻ വേണ്ടി വിധിച്ചുകൊണ്ടേ ഇരുന്നതുകൊണ്ട് അവസാന ദിവസം കർത്താവ് പറയാം, എനിക്ക് നിങ്ങളെ വിധിക്കാനൊന്നുമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ അതുപോലെ നിന്നെ തന്നെ അതുപോലെ നന്നായിട്ട് വിധിച്ചതുകൊണ്ട്, ശരിയാൻ വേണ്ടി വിധിച്ചുകൊണ്ട് എനിക്കിവിടെ നിന്നെ വിധിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ തന്നെ എന്റെ വെളിച്ചത്തില് വിധിച്ചുകൊണ്ടേ ഇരുന്നവരും എന്റെ മകനെ മകളെ നല്ലതും വിശ്വസ്തനുമായ ദാസനെന്ന് അന്ന് ആ വിളി കേൾക്കാൻ നിൽക്കും. അത് 1 Corinthians 11:31 ശരിയാവണ്ണം വിധിച്ചാൽ, ശരിയാവണ്ണം എന്നുള്ള അത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നിട്ടില്ലെന്ന്,
കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ശരിയാവണം നമ്മെ തന്നെ വിധിച്ച. ഇഫ് യു ജഡ്ജ് യുവർ സെൽഫ് റൈറ്റ്ലി യു വിൽ നോട്ട് ബി ജഡ്ജ്. നമ്മൾ അന്ന് വിധിക്കപ്പെടുകയില്ല. കർത്താവിനെ നമ്മൾ വിധിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ടേൺ വരുമ്പോൾ കർത്താവ് പറയും, ഓ എനിക്ക് നിന്നെ കുറിച്ച് വിധിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ തന്ന വെളിച്ചത്തിന് ഒത്തവണ്ണം നീ സമ്പൂർണ്ണമായിട്ട് നിന്നെ തന്നെ വിധിക്കുകയും മാനസാന്തരപ്പെടുകയും ഒരു നിർമ്മല മനസാക്ഷിയോടെ സുഹൃദയത്തോടെ നീ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് നല്ലതും വിശ്വസ്തനുമായ ദാസനെ, എന്റെ കാന്തയെ, എന്റെ വലത് ഭാഗത്തേക്ക് വന്നിരിക്കൂ എന്ന് പറയുന്ന അവർ കൂടി കേൾക്കാനൊക്കെ. അല്ലെങ്കിൽ നമുക്ക് കല്യാണ സദ്യ ഉണ്ട് എമ്പക്കം വിട്ടിട്ട് പോകാന്ന് പറഞ്ഞതുപോലെ ഈ എന്തിനു പറഞ്ഞു 30% 60% ആ ഒരു മിനിമം അജണ്ട എന്നുവെച്ചാൽ അവരുടെ ജീവിതത്തില് ബാക്കി ഈ മരവും പുല്ലും വൈക്കോലും എന്ന് പറയുന്നത് എന്തവസ്ഥയാന്ന് വെച്ചാൽ ഈ വചനം പാറമേൽ വീണ അവസ്ഥയും വഴിയരികിൽ വീണ അവസ്ഥയും പാറമേൽ വീണ അവസ്ഥയും മുള്ളിനിടയിൽ വീണ അവസ്ഥയൊക്കെയാണ് മരവും പുല്ലും വൈക്കോലും എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത് ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിന്റെ ശക്തിയാലെ ദൈവത്തെങ്കിലേക്ക് പോകുന്ന കാര്യങ്ങളല്ല. മറിച്ച് വചനം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഒരു ഹോളി പ്ലേസിന്റെ ആ ചിത്രം കണ്ടതുപോലെ നമ്മളിപ്പം ക്രൂസിലെ കഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പം യോഹന്നാൻ 19 അധ്യായത്തിലൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വായിക്കുമ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പം നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തുമാത്രം കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. അപ്പം മനസ്സിലാവുമ്പോൾ ഞാൻ ആ പിക്ചർ ഒന്നുകൂടെ ഒന്ന് എടുക്കാൻ നോക്കുമായിരുന്നു. സെക്കൻഡ് കർത്താവ് എത്രമാത്രം കഷ്ടത്തിലൂടെ കടന്നുപോയി എന്നൊക്കെ നമ്മുടെ ക്രൂസിലെ കഷ്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം വചനം നമ്മളുടെ കണ്ണുകളിലൂടെ, നമ്മൾ വചനം വായിക്കുമ്പോൾ കണ്ണുകളിലൂടെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ ചെവിയിലൂടെ, നമ്മുടെ ദേഹത്തിന്റെ തലത്തിലൂടെ, അതായത് പ്രാകാരത്തിലൂടെ വിശുദ്ധ സ്ഥലത്ത് എത്തുന്നു. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയുടെ തലത്തിലെത്തുന്നു. ദേഹിയുടെ തലത്തിൽ ആദ്യം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതായത് തോട്ട്സ്, കാഴ്ചയപ്പം, അത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കർത്താവ് എനിക്ക് വേണ്ടി ഇത്രയും സഹിച്ചല്ലോ, നമുക്ക് വൈകാരികമായൊരു പ്രതികരണം ഉണ്ടാകുന്നു. അത് നല്ലത് തന്നെ. നമ്മളുടെ വികാരങ്ങള് കർത്താവിനോടുള്ള ഒരു വലിയ വികാരത്തിന്റെ തലത്തിൽ മാത്രമേ അവിടെ ആകുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ആയില്ല. അത് നമ്മൾ പറഞ്ഞു തരുന്നേ. എന്നാ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയാൽ കാര്യങ്ങള് നമുക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കണ്ണുനീര് വരുന്ന കർത്താവിനെ ക്രൂസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പാടുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൊ നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ജീവിതം കർത്താവെ എന്റെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് അവിടത്തേക്കായിട്ട് ഏൽപ്പിച്ച് ഞാൻ തരുന്നില്ലെങ്കിൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളെ കാർ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം കർത്താവെ ഞാൻ എന്റെ ജീവിതം എങ്ങനെ ഞാൻ ജീവിക്കണം, എന്റെ സമയം എങ്ങനെ ചെലവഴിക്കണം, എന്റെ പണം എങ്ങനെ ചെലവഴിക്കണം, എന്താ ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെ ഞാൻ ചിന്തിക്കേണ്ടേ, പറയണ്ടേ, പ്രവർത്തിക്കേണ്ടേ എന്നുള്ള കാര്യം അത് ഞാൻ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ കർത്താവിന്റെ ആ സ്നേഹത്തെ കാണുമ്പോൾ അവിടുത്തെ മുമ്പാകെ ജീവനുള്ള യാഗമായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നില്ലെങ്കിൽ, അതാ ഈ താഴ്ത്തി ഏൽപ്പിക്കുന്നതാണ് ഈ സുവർണ അൾത്താര. അവിടെയാണ് നമ്മുടെ നമ്മുടെ ഇച്ഛ. അതായി വിശുദ്ധ സ്ഥലത്തുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അവിടെ ഞാൻ എന്നെ തന്നെ താഴ്ത്താനോ എന്നെ തന്നെ ഉയർത്താനോ ഉള്ളൊരു ചോയ്സ് എനിക്കുണ്ട്. അവിടെ ഒരു അൾത്താരയിൽ എനിക്കൊരു ചോയ്സ് ഉണ്ട്. അവിടെ എന്നെ തന്നെ ആ വചനമാകുന്ന വിഭാഗം ഞാൻ താഴ്ത്തുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞ് എന്നിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം, പരിശുദ്ധാത്മാവിൽ വന്ന് നിറഞ്ഞത് ദേഹിയിലൂടെ, ദേഹത്തിലൂടെ, നമ്മളുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ഒക്കെ അത് വെളിപ്പെടും. പക്ഷെ ഞാൻ എന്നെ തന്നെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഈ ആൾത്താരയുടെ മുമ്പിലുള്ള ആ ജഡമാകുന്ന തിരശ്ശീലയെ തന്നെ കട്ടുകൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ആ ജഡത്തിന്റെ പ്രേരണയ്ക്കൊത്തവണ്ണം ഞാൻ എന്റെ ഇച്ഛയെ ജഡത്തിന്റെ പ്രേരണയ്ക്കൊത്തവണ്ണം ഞാൻ അങ്ങ് ഈൽഡ് ചെയ്യുകയാണ്. അപ്പം ജഡികമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഒക്കെ ആയിരിക്കും വെളിപ്പെടുന്ന കാര്യം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആണ് 30 മേനി 60 മേനി ഉള്ളവർക്ക് 70% 60% ഒക്കെ അവരുടെ പ്രാണൻ രക്ഷിക്കപ്പെടാതെ പോയത്. ആ പ്രാണൻ, നമ്മളുടെ ദേഹി സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, കർത്താവ് വരുമ്പോൾ ശരീരം രക്ഷിക്കപ്പെടും. എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെടേണ്ട എന്താ? നമ്മുടെ ദേഹി, നമ്മുടെ പ്രാണൻ. ആ പ്രാണൻ സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടണമെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ട് വെളിച്ചത്തിനൊത്തവണ്ണം നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഓരോ സമയത്ത് നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പാറമേൽ വീഴുന്ന വിത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആയി. അത് നമ്മൾ മത്തായി 13 കാണുന്നുണ്ട്. അവര് വലിയ സന്തോഷത്തോടെ വചനത്തെ കൈക്കൊണ്ടു. ഇമ്മീഡിയറ്റ്ലി റിസീവ്ഡ് വിത്ത് ജോയ്. വലിയ സന്തോഷത്തോടെ അതിനൊക്കെ കേട്ട് അവർക്ക് വലിയ സന്തോഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കരച്ചില്, ക്രൂച്ചിലെ കാര്യങ്ങളൊക്കെ കേട്ടൊരു ചെറിയൊരു വികാരത്തള്ളലൊക്കെ ഉണ്ടായി. അപ്പൊ ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആയി. പക്ഷെ അത് പിന്നെ ആഴത്തിൽ ധ്യാനിക്കാനോ അത് വേറെ ഇറങ്ങി പോകത്തക്ക വണ്ണം അത് ധ്യാനിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോ എന്താ ചെയ്തേ? ഇതാ പറ്റിയ പാറയായിരുന്നു. പാറ ആകുന്ന ആ സ്വൈഹിതം അവിടെ തന്നെ ഉണ്ട്. അപ്പം
പ്രതികൂലങ്ങളാകുന്ന സൂര്യപ്രകാശം, സൂര്യൻ വന്നപ്പോഴത്തേക്കും എല്ലാം കരിഞ്ഞുപോയി. പിന്നെ ചിലരാണെങ്കിൽ ഇത് മുള്ളിനിടയിൽ വീണവരുടെ കാര്യം പറഞ്ഞാൽ അവര് കാര്യങ്ങളൊക്കെ ആഴത്തിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്തു, കാര്യങ്ങളൊക്കെ ആഴത്തിൽ വേരൊക്കെ പോയി ഒരു പരിധി വരെ ആ പാറയൊക്കെ പിളർക്കപ്പെടുകയൊക്കെ ചെയ്തു. എങ്കിൽ പോലും എന്താ, മുള്ളു വന്ന് കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം, അതാ നമ്മൾ ആ മൂന്ന് കാര്യങ്ങളിൽ ലൂക്കോസ് 8:14 കാണുന്ന, അതായത് സംസാര ഭോഗങ്ങള്, അതായത് ജഡിക സുഖങ്ങള്, പിന്നെ ചിന്തകൾ എന്ന് പറയുമ്പോൾ ആകുല ചിന്തകള്, അകല ചിന്തകൾ എന്ന് പറയാൻ നമ്മുടെ ജീവനത്തിന്റെ പ്രതാപം അത്. പിന്നെന്താ, പിന്നെ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ ഒരു കൺമോഹം. അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ അതെല്ലാം കൂടെ വന്ന അതാകുന്ന മുള്ളുകൾ വന്ന് ഞെരുക്കി ഫലം കായ്ക്കാതെ അങ്ങ് പോകുന്ന ഒരവസ്ഥ. എന്നാ നമ്മള് ആ മുള്ളുകളെ നമ്മൾ ഞെരിക്കാൻ വരുമ്പം, ഈ സംസാര ഭോഗങ്ങളും ആകുല ചിന്തകളും പണസ്നേഹവും ഒക്കെ നമ്മൾ ഞെരിക്കാൻ വരുമ്പം, നമ്മൾ അവിടെ നമ്മെ തന്നെ അങ്ങ് കർത്താവിനെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ പരിശുദ്ധാത്മാവ് ഒരു അഗ്നിയായിട്ട് വന്ന് ആ മുള്ളും പറക്കാരെയെല്ലാം തിരിച്ചു കളയുമെന്ന് നമ്മൾ പലപ്പോഴും ആ വാക്യം കണ്ടിട്ടുണ്ട്. യെശയ്യാവ് 27-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വാക്യം. യെശയ്യാവ് 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മളിവിടെ കാണുന്നത്, യെശയ്യാവ് 10:17 ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധന് ഒരു ജ്വാലയായും ഇരിക്കും, അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. നമ്മുടെ ജീവിതത്തിലുള്ള ഈ മുള്ളുകളൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതിനനുസരിച്ച് ഈ ജഡത്തിലെ മുള്ളുകളൊക്കെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കാന് നമ്മൾ ഈ കർത്താവിന്റെ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോൾ എന്താ പറ്റുന്നേ, ആ വേര് ആഴത്തിലേക്ക് അങ്ങ് ഇറങ്ങാനും, കർത്താവിന്റെ വചനമാകുന്ന ചുറ്റിക നമ്മളുടെ സഹേതമാകുന്ന പാറയൊക്കെ തകർത്ത് ആഴത്തിലേക്ക് വേരൂന്നി നല്ല നിലത്തുന്ന വണ്ണം അത് അധികം ഫലം കായ്ക്കാൻ, അത് 100 മീന് ഫലം കായ്ക്കാൻ ഇടയാകുന്ന വെച്ചാൽ ആ സ്വഹിതമാകുന്ന പാറയും തകർക്കാനൊക്കെ വേണം നമ്മളുടെ വില്ലിനെ അത് ടച്ച് ചെയ്തു. വചനം ഇമോഷൻസിനെ സ്റ്റെറപ്പ് ചെയ്ത് മാത്രമല്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് മാത്രമല്ല, നമ്മളെ തന്നെ താഴ്ത്തി അങ്ങ് സമർപ്പിക്കുവാൻ അത് കാരണം. നമ്മള് വചനവും പാട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ എല്ലാം നമ്മളെ തന്നെ മുമ്പാകെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്കതൊന്നും പ്രയോജനപ്പെടുന്നില്ല. അത് ആത്മാവിന്റെ തലത്തിലേക്ക് പോകത്തില്ല, മറിച്ച് നമ്മുടെ ദേഹിയുടെ തലത്തിൽ അറിവ് നമ്മളെ ചീർപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിത്തീരും. അതാ പരീശന്മാർക്ക് പറ്റി. അവരുടെ ദേഹിയുടെ തലത്തിൽ അവർക്ക് ഒത്തിരി അറിവുണ്ടായിരുന്നു വചനത്തിന്റെ, പക്ഷെ ഒന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം അവര് ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് യേശുവിനെ കണ്ടപ്പോൾ സാത്താനാന്ന് തോന്നി, ബെൽസബൂലാന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഈ ക്ഷണിക്കപ്പെട്ടവരും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ദൈവത്തിന്റെ സത്യവചനം തന്നെയാണെന്ന് എഴുതിയും കൂടെ വെച്ചോണമെന്ന് ആര് പറഞ്ഞു? ദൂതൻ പറഞ്ഞായിട്ട് നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എഴുതുക എന്ന് പറഞ്ഞു. എഴുതുക, ഗ്രാഫോ എന്നുള്ള വാക്ക് 14 തവണയാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതുക 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 എന്ന് പറയുന്നത്. അതില് 2 തവണ അത് ദൈവം എഴുതുന്നതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ലോകസ്ഥാപനത്തിന് മുൻപേ എഴുതപ്പെട്ടതിനെ കുറിക്കുന്നതിനെ കുറിച്ച് വെളിപാട് 13:8 വെളിപാട് 3:12 ഒക്കെ ദൈവം എഴുതുന്നതിനെ കുറിച്ച്, ദൈവം നമ്മളുടെ പേര് നമ്മളുടെ നെറ്റിമേല് 3:12 നമ്മൾ വായിക്കുന്ന ഐ വിൽ റൈറ്റ്, കർത്താവിന്റെ പേര് നമ്മുടെ നെറ്റിമേൽ എഴുതുന്ന കാര്യമൊക്കെ 3:12 13:8 ഒക്കെ ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിനെ കുറിച്ച് വെളിപാട് 13:8 പറയുന്നത്. ബാക്കിയുള്ള 12 റെഫറൻസസും നമ്മളോട് എഴുതാൻ പറഞ്ഞേക്കുവാൻ, ചില യോഹന്നാൻ അപ്പോസ്തലനോട് എഴുതാൻ പറഞ്ഞിരിക്കുക. 7 തവണ 7 സഭകളുടെ ദൂതനോട് എഴുതുക എന്ന് പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നു. എഴുതുക 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 7 തവണ 7 സഭകളോട് പറയുന്നു. പിന്നെയും 5 തവണ യോഹന്നാനോട് ഇടയ്ക്കിടയ്ക്ക് ദൂതൻ എഴുതുക എന്ന് പറയുന്നു. അപ്പം നമ്മള് ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ചില ചിന്തകള്, ചില വചനത്തിന്റെ ഓർമ്മകള്, നമ്മളെ മീറ്റിങ്ങിൽ കേൾക്കുന്ന വചനത്തിന്റെ റെഫറൻസസും കാര്യങ്ങളും, അതൊക്കെ ഒരു നോട്ട്ബുക്കില് കുറച്ചൊക്കെ നമുക്ക് ബൈബിളിൽ തന്നെ എഴുതിടാൻ പറ്റുന്നതുണ്ടെങ്കിൽ ബൈബിളിൽ തന്നെ അങ്ങ് എഴുതിയിടാം. നോട്ട്ബുക്കൊക്കെ ഇനി മാറിപ്പോയാലും അത് അവിടെ തന്നെ ബൈബിൾ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ തന്നെ ഉണ്ടെങ്കിൽ അത്ര നല്ല കാര്യം. പിന്നെ ബൈബിളിൽ എഴുതുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ ഒരു നോട്ട്ബുക്കില് വചനത്തിന്റെ റെഫറൻസും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതിന്റെ ജസ്റ്റും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അത് എത്രമാത്രം ഒരു അനുഗ്രഹമായിരിക്കും. പിന്നീട് നമ്മളിനിപ്പം തുറന്നു നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കത് എഴുതിയത് തന്നെ നമുക്കൊരു ഓർമ്മിക്കാനൊരു ഉതകുന്ന ഒരു കാര്യമായിരിക്കും. പിന്നീട് നമുക്ക് എന്തെങ്കിലും അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ദൈവം അന്ന് നമ്മളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഫ്രഷ് മെമ്മറി ആയിട്ട് നിൽക്കും. പിന്നെ അതിനുശേഷമാണ് 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. ഇപ്പം ആ വെളിപാട് പുസ്തകം 19-ന്റെ 10-ാമത്തെ വാക്യം ജഗബേർ ഇപ്പം വായിക്കുമ്പോൾ അജിബേർ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വേറെ വാക്യം 10, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്,
അതരുത്. ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭക്തനത്രേ. ദൈവത്തെ നമസ്കരിക്ക. യേശുവിന്റെ സാക്ഷ്യമോ വചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. യോഹന്നാൻ ആകെ വികാരഭരിതനായി ഈ കാഴ്ചകൾ തന്നെ കാണിച്ചവനെ വീണ നമസ്കരിപ്പാൻ തുനിയുന്നു. യോഹന്നാനോട് ദൂതൻ ഉടനടി നൽകുന്ന മറുപടിയിൽ ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ദാസന്റെ മനോഭാവം നമുക്ക് കാണാം. എന്നെ നമസ്കരിക്കേണ്ട, ഞാനുമായി ബന്ധപ്പെടേണ്ട. ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ഭക്തൻ തന്നോട് നിങ്ങളെ ബന്ധിപ്പിക്കുവാനല്ല, മറിച്ച് തലയായ ക്രിസ്തുവിനോട് നിങ്ങളെ ബന്ധിക്കപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. ആളുകളെ നിർമ്മലതയിലേക്ക് ആകർഷിക്കുന്നത് മൂലം നമ്മിലേക്ക് ആ ആളുകൾ നമ്മിലേക്ക് ആകർഷിക്കുന്നത് മൂലം നമ്മെ ആരാധിപ്പാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവൻ ഒരു ദൈവഭക്തനല്ല, അവൻ വ്യാജനാണ്. ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് അവനുള്ളത്. നിർഭാഗ്യവശാൽ ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് ഇത്തരം ധാരാളം വഞ്ചകന്മാരുണ്ട്. അവർ അനേകം വിശ്വാസികളെ ചതിക്കുന്നു. പല വിശ്വാസികളും ചില പ്രസംഗകരെ ഏറെക്കുറെ ആരാധിക്കുക തന്നെ ചെയ്യുന്നു. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പകരം ഈ പ്രസംഗകരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് പലരും ജീവിക്കുന്നത്. നേരെ ദൈവത്തിങ്കിലേക്ക് ചെല്ലേണ്ടതിന് പകരം അവർ ദൈവഹിതം ഒരു മനുഷ്യനിലൂടെ അന്വേഷിക്കുന്നത്. ഇത്തരക്കാരെ ഈ പ്രാസംഗികർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വിഗ്രഹാരാധനയാണ്. പ്രവാചകന്മാർ എന്ന് പേരെടുത്ത ധാരാളം പേര് പെന്തക്കോസ്ത് വൃത്തങ്ങളിലുണ്ട്. വിശ്വാസികളെ അവർ പ്രവാചകനിൽ ആശ്രയിക്കുന്നവരാക്കി മാറ്റുന്നു. അത്തരം എല്ലാ പ്രവാചകന്മാരും വ്യാജ പ്രവാചകന്മാരാണ്. പക്ഷേ ഇവിടെ ദൂതൻ പറയുന്നത്, ഞാൻ നിന്നെ പോലെ ദൈവത്തിന്റെ ഭക്തൻ മാത്രം, ദൈവത്തെ മാത്രം ആരാധിക്കുക, യേശുവിന്റെ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ യേശു തന്റെ ഭൂമിയിലെ ജീവിതകാലത്ത് വഹിച്ചിരുന്ന അതേ ദീപശീലത തന്നെ കരങ്ങളിലേന്തുക എന്നതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് അവിടുത്തെ പോലെ നാമം പ്രഖ്യാപിക്കും. യഥാർത്ഥ പ്രവചനത്തിന്റെ വളരെ വ്യക്തമായ ഒരു നിർവചനം നമുക്കിവിടെ കാണാം. അത് യേശുവിന്റെ സാക്ഷ്യമാണ്. അടിസ്ഥാനപരമായി ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ശരിയായ പ്രവചനം ശ്രദ്ധയെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്നു, തന്നെ മാത്രം ഉയർത്തുന്നു. യേശു ഉയർത്തപ്പെട്ടാൽ അവിടുന്ന് എല്ലാവരെയും തങ്കിലേക്ക് ആകർഷിക്കും. യഥാർത്ഥ പ്രവചനത്തിന്റെ വരം നൽകുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 16:14. നിങ്ങളിലേക്കോ മറ്റൊരാളിലേക്കോ ശ്രദ്ധ ആകർഷിക്കുന്നതോ നിങ്ങളെയോ മറ്റൊരാളെയോ ഉയർത്തുന്നതോ ആയ ഏത് പ്രവചനത്തെയും വ്യാജ പ്രവചനം എന്ന് എഴുതിത്തള്ളാം. രണ്ടാമതായി, യഥാർത്ഥ പ്രവചനം യേശു തന്റെ പ്രസംഗത്തിൽ പ്രഘോഷിച്ചതെല്ലാം പ്രഘോഷിക്കുന്നതാണ്. ശരിയായ പ്രവചനത്തിൽ യാതൊരു ഒത്തുതീർപ്പും ഇല്ല. അത് കൃപയും സത്യവും നിറഞ്ഞതായിരിക്കും. എന്നാൽ അത് എല്ലാ സത്യവും സംസാരിക്കും, സ്നേഹത്തിൽ. അതുകൊണ്ട് പ്രവചനത്തെ വിവേചിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ യേശു പ്രസംഗത്തിൽ ഊന്നൽ കൊടുത്തത് എന്തിനാണെന്ന് അറിയേണ്ടതുണ്ട്. സുവിശേഷങ്ങൾ വായിച്ച് യേശു എന്താണ് പ്രാധാന്യം കൊടുത്തതെന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് പ്രവചനം എന്ന് പറഞ്ഞു കേൾക്കുന്നതെല്ലാം ശരിയോ എന്ന് പരിശോധിക്കാനുള്ള തൂക്കുകട്ട നമ്മുടെ കൈവശം ഉണ്ടാകും.
അതേസമയം സുവിശേഷങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ക്രിസ്തീയ പ്രവചനത്തിന്റെ മട്ടിൽ ഇന്ന് നടക്കുന്നവയിൽ 99% യേശു പ്രഘോഷിച്ചതല്ല പ്രഘോഷിക്കുന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന ഈ പ്രഭാഷണം ഒരാവർത്തി വായിച്ചു നോക്കിയിട്ട് മിക്ക സഭകളിലും ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ ഇതുമായി താരതമ്യം ചെയ്യുക. അപ്പൊ നമ്മള് വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യവും അതിന്റെ എക്സ്പ്ലനേഷൻ സാക്വൻബറിന്റെ അതിപൂജ്യം പുസ്തകത്തിൽ നമ്മളിപ്പം കേട്ടു. അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് ഇതുപോലുള്ള കുഞ്ഞാടിന്റെ കാന്ത ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, ഇതെല്ലാം എഴുതി വെക്ക്. ആ കുഞ്ഞാടിന്റെ കാന്തയുടെ ഒരുക്കവും കർത്താവിനോട് കാന്തയാകുന്ന നമ്മളെ ചേരാൻ പോകുന്ന ആ ഒരു വലിയ ഒരു ആവേശമൊക്കെ അങ്ങ് മതിമറന്ന് പെട്ടെന്ന് യോഹന്നാൻ അപ്പോസ്തലന് അത് ഏറ്റവും അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വെച്ച് ഏറ്റവും മെച്ചുറായിട്ടുള്ള ഏറ്റവും പക്വതയാർന്ന ദൈവത്തിന്റെ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന് പോലും ഒരു പിഴവ് പറ്റുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. എന്താ, ദൈവത്തെ ആരാധിക്കുന്നവരെ പെട്ടെന്ന് ഇതെല്ലാം കാണിച്ചു തന്ന ദൂതനെ പെട്ടെന്ന് അങ്ങ് ഹിവസോ, നമുക്കത് യോഹന്നാനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതുപോലെ സ്വർഗീയമായ കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതുപോലെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആ ഒരു വലിയ ഇതൊന്നും നമുക്ക് യോഹന്നാനെ കല്ലെറിയാൻ നമ്മൾ ആരുമല്ല. നമ്മള് യോഹന്നാൻ യോഗ പോലും പറയാൻ യോഗ്യതയില്ലാത്തവരാ. എന്നാൽ അതുപോലെ സ്വർഗീയമായ ദർശനങ്ങളൊക്കെ കാണുമ്പോൾ അവരാ വലിയ ആനന്ദഭരിതരായി ആനന്ദപരവേശത്താൽ അങ്ങ് വീണങ്ങ് ഹി വാസ് ഓവർവെൽംഡ് ബൈ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ആ ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ അങ്ങ് അതുപോലെ ഓവർവെൽമിംഗ് ആയിട്ട് ആവുമ്പോ നമ്മള് പെട്ടെന്ന് എന്താ നമ്മൾ ആ ഒരു ഓവർവെൽമിംഗ് പ്രസൻസ് ഓഫ് ദ ലോർഡ്. എനിക്ക് സാങ്ക്ബറിന്റെ തന്നെ ഏതൊരു മെസ്സേജില് എങ്ങനെ വേറെ ഈ ഒരു കാര്യം യോഹന്നാൻ ഇതുപോലെ ദൂതനെ വണങ്ങാനായിട്ട് വീഴുന്നത് നമുക്ക് വേണമെങ്കിൽ യോഹന്നാൻ എന്താ അറിയത്തില്ലേ, യോഹന്നാൻ ഇത്ര കൊച്ചാണോ, ഇത്ര ആത്മീയ പക്വതയില്ലേ, ദൈവത്തെ അല്ലാതെ വേറെ ആരാധിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വലിയൊരു പ്രസംഗമൊക്കെ നടത്താം. പക്ഷേ എന്നാ ശരിയാണ്, യോഹന്നാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എങ്കിലും അതുപോലുള്ളൊരു ഓവർവെൽമിംഗ് പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ സാന്നിധ്യം അതുപോലെ അനുഭവിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു റാഷണലായിട്ട് കാര്യങ്ങളെന്ന് കണ്ടെന്താ ചെയ്യേണ്ടതെന്ന് പോലും പറ്റാതെ യോഹന്നാൻ അതുപോലെ ആ ഒരു കാര്യം അവരെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. ഒരു തവണയല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെയും വീഴുന്നുണ്ട്. എവിടെ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അവസാനം അതും അവിടെ ഈ പ്രവചനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ അധ്യായത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. കർത്താവ് വേഗത്തിൽ വരാൻ പോവാണ്. എന്റെ കർത്താവ്, ഞാൻ മറുപടി തരുന്നു, എന്റെ കർത്താവ് വേഗത്തിൽ വരാൻ പോവാന്ന് കേട്ടപ്പോഴത്തേക്കും യോഹന്നാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന് ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. ഇതെല്ലാം കൂടെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് ഞാൻ തന്നെയാണ്. അപ്പത്തേക്കും കർത്താവ് വേഗം വരാൻ പോകുന്നു, എനിക്ക് എന്റെ കർത്താവിനെ ഇനിയും കാണാം എന്നുള്ള വലിയ ആവേശത്തില് യോഹന്നാൻ അങ്ങ് പെട്ടെന്ന് വീണങ്ങ് നമസ്കരിച്ചു. അപ്പം പിന്നെയും ദൂതൻ അവിടെയും പറയേണ്ടി വന്നു, അരുത്, നോട്ട് ഡു ദാറ്റ്. 9-ാമത്തെ വാക്യം വെളിപാട് 22-9. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരുടെയും പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ. ഐ എം ജസ്റ്റ് എ ഫെലോ സെർവന്റ്, ഐ എം ജസ്റ്റ് എ ഫെലോ ബോൺ സെർവന്റ്, ഐ എം എ ഫെലോ സെർവന്റ് ഓഫ് യോഴ്സ്. ആരുടെയൊക്കെയാ? നിന്റെയും നിന്റെ സഹോദരന്മാരെ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിൽ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനാണ്. അവരെല്ലാം ഒരേ ലെവലിലേക്ക് ആക്കിയിരിക്കും. എന്താ യോഹന്നാൻ അപ്പോസ്തലൻ അത് സഹോദരമായ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അതുപോലെ പ്രവചനാത്മാവില് യോഹന്നാനെ പോലെ ആ പൂർണ്ണ ആയിട്ടുള്ള ദൈവത്തിന്റെ ആലോചന പറയുന്നവര്, പിന്നെ ഈ വചനം അതുപോലെ അനുസരിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവര്, അവരെല്ലാം അവരുടെയൊക്കെ ഒരു സഹവൃത്യം മാത്രം, നിങ്ങളെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ഒരു സേവകാത്മാക്കളാണ് ദൂതന്മാരെന്നൊക്കെ നമ്മള് മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് ആണെന്ന് എബ്രായർ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സഹവൃത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക, വർഷിപ്പ് ഗോഡ് എന്ന് അവിടെയും പറയുന്നു, ഇവിടെയും നമ്മൾ ആ കാര്യം തന്നെ വായിക്കുന്നു. അവിടെ 10-ാമത്തെ വാക്യം ഞാൻ അവനെ തിരിച്ച് നമ്മുടെ യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഞാൻ അവനെ നമസ്കരിക്കുന്നത് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്തിനത്രേ.
ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാര്, നിന്റെ സഹവൃത്തിനാണ്, പിന്നെ ആരുടെയും കൂടെ സഹവൃത്തിനാണ്. കർത്താവിന്റെ സാക്ഷ്യം കർത്താവിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സാക്ഷ്യം, കർത്താവ് എങ്ങനെയാണോ ജീവിച്ച് കർത്താവിന്റെ ആ ജീവനെ പ്രതിഫലിക്കുന്നവര്, മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അതാണ് നമ്മുടെ നാളെയല്ല മറ്റന്നാളത്തെ കോൺഫറൻസിന്റെ തീം. യേശു ജീവിച്ചതുപോലെ എന്ന സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി. നമ്മളത് ജീവമൊഴികളുടെ യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ അതിന്റെ യൂട്യൂബ് ലൈവിന്റെ ഇതൊക്കെ ഇപ്പോഴേ ഇട്ടിട്ടുണ്ട്. അവിടെ യേശു ജീവിച്ചതുപോലെ എന്ന സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി ഇന്ന് ഈ അന്ത്യദിനത്തിൽ ഇംഗ്ലീഷിൽ അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്, മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ഈ അന്ത്യനാളുകളിലെ കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്ന നാളുകളിൽ കർത്താവിന്റെ ജീവൻ പ്രതിഫലിക്കുന്നതിനെ കുറിച്ച്, കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ ദിവസായിച്ച് വ്യാഴം വെള്ളി ശനിയൊക്കെ നമുക്ക് സഭയായിട്ട് ദിവസത്തിൽ നിന്ന് കേൾക്കാവല്ലോ ഒരുമിച്ച്. അപ്പൊ ആ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതില് കർത്താവിന്റെ സാക്ഷ്യമായ, അതായത് ജീവൻ വെളിപ്പെടുത്തുന്നവരാ കർത്താവിന്റെ സാക്ഷ്യമുള്ളത്. ജീവൻ വെളിപ്പെടുമ്പോഴാണ് കർത്താവ് നമ്മളെ കാണുന്നവർക്ക് ഒരു പരിധിയിലെങ്കിലും ഒരളവിലെങ്കിൽ മറ്റൊരളവില് യേശുവിനെ കാണാൻ പറ്റുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നത് യേശുവിന് പറയാൻ സാധിച്ചു. നമ്മൾ ആ കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ കർത്താവിന്റെ ശരീരത്തിന് ചെറിയൊരു അംശമാകും. നമ്മൾ കാണുന്നവര് കർത്താവിനെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് കാണുന്നില്ല, എന്നാൽ ഒരു വർദ്ധിക്കുന്ന ഒരു അളവില് കർത്താവിനെ അവർക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്റെ മക്കൾക്ക്, അപ്പനമ്മമാർക്ക്, സഹപ്രവർത്തകർക്ക്, നമ്മുടെ അയൽവക്കക്കാർക്ക്, സഭയിലെ സൗകര്യങ്ങൾക്ക്, ഈവൻ അപരിചിതർക്കും എല്ലാം ഒരു വർദ്ധിക്കുന്ന ഒരു അളവിൽ നമ്മളുടെ ജീവിതത്തിലെ കർത്താവിന്റെ ഒരു താഴ്മയും സൗന്ദര്യവും കാർക്കശ്യവും തീക്ഷ്ണതയും ആ ഒരു ജെന്റിൽനെസ്, ആ ഒരു സൗമ്യതയും, ആ ഒരു ദീർഘക്ഷമയും, എന്നാൽ ആ ഒരു സ്ട്രിക്ട്നെസ്, ആ ഒരു കാർക്കശ്യം, വേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് പറയേണ്ട സമയത്ത് സ്ട്രോങ് ആയിട്ട് പറയുന്ന കാര്യങ്ങളും, എന്നാൽ കൃപയോടുകൂടി സ്നേഹത്തില് ഒന്നും ഒരു ദുരുദ്ദേശത്തോടല്ലാതെ മറ്റുള്ളവരെ അതുപോലെ നിസ്വാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആ ഒരു കർത്താവിന്റെ ഒരു ഭാവം നമ്മളിൽ അധികമായിട്ട് കാണണം. അപ്പൊ അങ്ങനെ ആ സാക്ഷ്യമുള്ള, യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും, നിനക്ക് മാത്രമല്ല യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്തിന് അത്രയും ദൈവത്തെ നമസ്കരിക്കുക. അപ്പൊ യേശുവിന്റെ യേശുവിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ പ്രവചനത്തിന്റെ ആത്മാവ്. എല്ലാം പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പ്രവചനം. ദൈവത്തിൽ നിന്ന് പ്രവഹിക്കുന്നതാണ് പ്രവചനം. ദൈവത്തിൽ നിന്ന് പ്രവഹിക്കുന്ന വചനമാണ് പ്രവചനം. കർത്താവ് നമ്മളിൽ നിന്ന് പ്രവചിക്കുന്നതല്ല. പരിശുദ്ധാത്മാവ്, നമ്മളുടെ ജഡം ക്രൂശിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിറഞ്ഞ് നമ്മളുടെ മനസ്സിനെ പുതുക്കി നമുക്ക് കർത്താവിന്റെ വാക്കുകൾ സംസാരിക്കാനുള്ള നാവ് നമുക്ക് തരുമ്പോൾ അതാ പ്രവചനം. അല്ലാതെ ഇന്ന് കുറെ കള്ളപ്രവാചകന്മാരൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലും ബാക്കിയുള്ള ടെലിവിഷൻ ചാനൽസിലും പലയിടങ്ങളിലും ഒക്കെ കർത്താവ് നിങ്ങൾക്ക് അത് തരും, ഇത് തരും, നിങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, ഡൊണേറ്റ്, ഗീവ് താ. ഈ ആൾക്കാർ, രാഷ്ട്രീയക്കാർ വോട്ട് പിടിക്കാൻ പോലും ഇത്രയും തരം താഴ്ന്ന അവര് പോകത്തില്ലായിരിക്കും. അതുപോലെ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഈ ആഭരണം വേണമെങ്കിൽ ഊരി അങ്ങ് സ്തോത്ര കാഴ്ചപ്പെട്ടിൽ ഇട്ടാൽ മതി, അതുപോലൊക്കെ പറയുന്ന, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന കള്ളപ്രവാചകന്മാര് കുറെ എണ്ണങ്ങളുണ്ട്. എന്നാൽ ആ പ്രവചനമല്ല, അതൊക്കെ കള്ളപ്രവചനം. അത് യേശുവിന്റെ സാക്ഷ്യമല്ല, ഇത് ക്രിസ്തുവിന്റെ സാക്ഷ്യം, അത് പിശാചിന്റെ സാക്ഷ്യം, അതിനെ കാണുന്നത് ലോകത്തിന്റെ സാക്ഷ്യം. എന്നാൽ യേശുവിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ സാക്ഷ്യം. ഇതുപോലെ യോഹന്നാൻ ഇതുപോലെ വീണ് വണങ്ങാൻ പോയതുപോലെ യോഹന്നാൻ ഏറ്റവും ആത്മീയ പക്വതയുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ യോഹന്നാൻ 19 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും വെളിപാട് 22-ന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ 8-9 വാക്യങ്ങളിലൊക്കെ അവിടെ യോഹന്നാൻ അറിയാതെ വീണ് വണങ്ങാൻ പോയത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്ന ഒരു ജാതീയനായ മനുഷ്യൻ പത്രോസ് അപ്പോസ്തലന്റെ കാലത്തിൽ വീഴുന്ന രംഗം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിലാണ് സുവിശേഷം ജാതികളിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് യെരുസലേമിലെത്തി, പിന്നെ 8-ാം അധ്യായത്തിൽ ശമരിയിലെത്തി. യെരുസലേമിലും യഹൂദിയയിലും, അപ്പൊ യെരുസലേമില് 2-ാം അധ്യായത്തില് യെരുസലേമിലെത്തി, പിന്നെ യഹൂദിയയില് അവിടെ യെരുസലേമിന് ചുറ്റും ഉണ്ടായിരുന്ന യഹൂദിയ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ എത്തി. പിന്നെ അതിന്റെ അടുത്തുള്ള ശമരിയിൽ എത്തുന്നത് 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിലൂടെ ശമരിയിലെത്തി. പിന്നെ 10-ാം അധ്യായത്തിൽ ലോകത്തിന് അറ്റത്തോളം എന്നുള്ളതിന്റെ ഒരു തുടക്കമായിട്ട് കൊർണീലിയസ് എന്ന് പറഞ്ഞൊരു ഭക്തനായ മനുഷ്യൻ, അദ്ദേഹത്തിന് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അവന്റെ മനസാക്ഷിയിലെ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ദൈവമുമ്പാകെ
അതുപോലെ ദൈവത്തോട് നിരന്തരം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ അപ്പോസ്തലർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പം പത്രോസിന് ദർശനമൊക്കെ പലതവണ 3 തവണയൊക്കെ കൊടുത്ത് ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുപോകുമ്പം ദൈവത്തിന്റെ ദൂതവുമായിട്ട്, ദൈവത്തിന്റെ വചനവുമായിട്ട് ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹത്തിന്റെ ആ റെസ്പെക്ട് കാണണം. ശരിയാണ്, അദ്ദേഹം ഒരു മനുഷ്യനെ വണങ്ങുന്നത് തെറ്റാണ്, എങ്കിലും ആ ഒരു ദൈവത്തിന്റെ വചനവുമായിട്ട് വരുന്ന ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാന് ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലർക്കും അറിയത്തില്ലെങ്കിലും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ന് നമ്മുടെ കോൺഫറൻസിന് ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവത്തിന്റെ മനുഷ്യരെ ദൈവം പലയിടത്തു നിന്നൊക്കെ അയക്കുമ്പോൾ അത് നമ്മൾ എത്രമാത്രം ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട്, അത് എത്രമാത്രം വിലമതിച്ചുകൊണ്ട് നമ്മള് കോൺഫറൻസിന്റെ ടൈമിൽ എനിക്ക് അത് ആ കാര്യം ചെയ്താൽ കൊള്ളായിരുന്നു, ഈ കാര്യം ചെയ്താൽ കൊള്ളായിരുന്നു, എനിക്ക് അവിടെ ഈ പ്രയോറിറ്റി ഉണ്ട്, എനിക്ക് മറ്റേ മുൻഗണനയുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, പൂച്ചയുണ്ട്, പട്ടിയുണ്ട്. സോ ഞാൻ ആരും കല്ലെറിയാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ആ ഒരു മുൻഗണന നമ്മൾ എത്രമാത്രം അത് സോ അപ്പൊ ആ ഒരു കാര്യങ്ങൾ അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹം പെട്ടെന്ന് വീഴുക ചെയ്യുന്നേ. അതാ അപ്പോസ്തലർ 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിറ്റന്നാൾ അപ്പോസ്തലർ 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പിറ്റന്നാൾ കൈസരിയയിലെത്തി അവിടെ കൊർന്നേലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി. അവർക്ക് അപ്പം കൊർന്നേലിയോസ് തന്നെ എനിക്ക് വലിയ വെളിപ്പാടൊക്കെ കിട്ടാൻ പോകും, അപ്പൊ ഞാൻ തന്നെ അങ്ങ് ഞാൻ തന്നെ ഇതൊക്കെ അങ്ങ് ഏറ്റെടുത്ത് പിന്നെ ബാക്കിയുള്ളവരോട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളാം എന്നുള്ളതല്ല, മറിച്ച് എനിക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും കിട്ടണം. അതുപോലൊരു ഹൃദയപരമാർത്ഥയുള്ള മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് ചാർച്ചക്കാരെ വിളിക്കുന്നത്, ബന്ധുക്കളെ, അന്ന് ഫോണും ഇമെയിലും വാട്സപ്പും ഒന്നും ഇല്ല, അപ്പം അതുപോലെ ആളയച്ച്, അദ്ദേഹം കുറച്ച് പൊസിഷനിലേക്ക് ഇരിക്കുന്ന വ്യക്തികളുടെ ആളയച്ച് വിളിക്കാനൊക്കെ പറ്റുമായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ തന്നെ ചെന്ന് ഉള്ള സമയത്തിനുള്ളിൽ ഇവരെയൊക്കെ ചെന്ന് വിളിക്കാനും അവിടെ ആളയച്ച് അവരോട് പറയണം, ആ വീട്ടുകാരോട് പറയണം. അപ്പൊ ആരൊക്കെ ഒരു താല്പര്യമുള്ളവർ കാണും. അപ്പം ആ ലിസ്റ്റിനകത്ത് ഒത്തിരി പേര് ഈ മക്കളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി അപ്പം അതുപോലെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് പോലെ കൊർന്നേലിയോസ് ഇവരെ വിളിക്കണം, അധികം സമയമില്ല, പത്രോസിന് എത്തും. അപ്പം ചാർച്ചക്കാരെ വിളിക്കുന്നു, അടുത്ത സ്നേഹിതന്മാരെ വിളിക്കുന്നു, അവരെല്ലാം കൂട്ടിവരുത്തി എല്ലാവരും വരണേ, ദൈവത്തിന്റെ വചനമായിട്ട് ഒരു ദൈവത്തിന്റെ മനുഷ്യൻ വരുന്നുണ്ട്. പത്രോസ് അകത്ത് കയറിയപ്പോഴത്തേക്ക് കൊർന്നേലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ ഒരു ബഹുമാനം അദ്ദേഹം ചെയ്തത് ശരിയാണ്, ഒരു മനുഷ്യനെ വീണ് നമസ്കരിക്കരുത്, തെറ്റാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഹൃദയം ആ ഒരു അത്രമാത്രം ദൈവത്തിന്റെ വചനമായിട്ട് വരുന്നവരുടെ കാല് എത്ര മനോഹരമാണെന്നാ പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനമായിട്ട് സഞ്ചരിക്കുമ്പോൾ ശരിയാണ്, കാലിൽ ഒത്തിരി പൊടിയൊക്കെ പറ്റും, ചിലപ്പോൾ കാലിൽ നീരൊക്കെ ഉണ്ടാവും, ബസ്സിലൊക്കെ കാലൊക്കെ തൂക്കിയിട്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ കാലിൽ നീരൊക്കെ ഉണ്ടാവും. പക്ഷേ റോമർ 10-ാം അധ്യായത്തില് ഏശയ്യാവിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് റോമർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ, അതായത് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരുടെ കാലുകള് 10-ന്റെ 15-ാമത്തെ വാക്യം, റോമർ 10-ന്റെ 15-ാമത്തെ വാക്യത്തിൽ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, നന്മ സുവിശേഷിക്കുന്നവരുടെ, ഗുഡ് ന്യൂസ്, നന്മ അല്ലെങ്കിൽ സുവിശേഷം, നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം, എന്താ കാലിന് എത്ര ബ്യൂട്ടി, എന്താ കാരണം, എന്താ അതിന്റെ കാരണം അത് അത് ആ കാല് ഉപയോഗിച്ചാണ് അവര് പലയിടങ്ങളില് യാത്ര ചെയ്ത് പലയിടങ്ങളിലേക്ക് വന്ന് ദൈവവചനം കൊണ്ടുവരുന്നത്. ആ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കുറച്ചുനാളും ഒരു കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് വെച്ച് ജോജിബേറിന്റെ കാല് എന്തോ ഒരു കാലം കണ്ട് തട്ടി ആ ഒരു തള്ളവരനിൽ അവിടുത്തെ ചെറിയൊരു വേദനയും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് വേറെ കാലിന് ചെറിയ വേദനയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വേറെ കസേരയിൽ ഇരുത്തി വേറെ കാലൊക്കെ ഒന്ന് ഞെക്കി നോക്കിയിട്ട് പറയും വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ കാലിന് എങ്ങനെയെങ്കിലും വേറെ കാലിനെ എനിക്ക് കാല് പിടിക്കാൻ പറ്റിയല്ലോ, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. അങ്ങനെ സമയം വേറെ വലിയ നമുക്കറിയാം വേറെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലെ ആ ദൈവത്തിന്റെ മനുഷ്യരെ, ദൈവത്തിന്റെ വചനമായിട്ടുള്ളവരെ നമ്മള് അതുപോലെ അവരെ ബഹുമാനിക്കുന്ന, അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇരട്ടി ബഹുമാനം കൊടുക്കണം എന്നാണ് നമ്മളവിടെ എവിടെ വായിക്കുന്നത്. 2 തിമോത്തിയോസ് അല്ല 1 തിമോത്തിയോസ് 5:17 എന്താ വായിക്കുന്നേ? 1 തിമോത്തിയോസ് 5:17 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ബാക്കി വിശ്വാസികൾ, എല്ലാ വിശ്വാസികളെയും നമ്മൾ മാനിക്കണമെന്ന്. അതുപോലെ അധ്വാനിക്കുന്ന, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും ഒക്കെ അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന്, അവർക്ക് ഡബിൾ ഓണർ കൊടുക്കണം.
എന്നൊരു കാര്യമാണ് ദൈവത്തിന്റെ കൽപ്പനയാണത്. ഇപ്പം എന്നാൽ യഥാർത്ഥത്തിലുള്ള അങ്ങനെയുള്ള മനുഷ്യർ ഒരിക്കലും മാനം ആഗ്രഹിക്കുന്നവരായിരിക്കത്തില്ല. അങ്ങനെ മാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് ഒരു മാനം അവർക്ക് അങ്ങനെയുള്ള മാനം അവർ അർഹിക്കുന്നില്ല എന്നുള്ളത് എന്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൈവമനുഷ്യർ തീർച്ചയായിട്ടും ആ മാനവറ്റം കർത്താവിന് കൊടുക്കാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ കൊർന്നേലിയോസും ഇതുപോലെ കല വീണ ഒരു കാര്യം നമ്മളോട് വായിക്കുന്നുണ്ട്. അവന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവനൊരു ക്രിസ്തീയതയിലേക്ക് കാലെടുത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോ അത് നമ്മുടെ അപ്പോസ്തലരുടെ 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യത്തിൽ പത്രോസ് എഴുന്നേൽക്കുക. പത്രോസ് പെട്ടെന്ന് പത്രോസ് കുറച്ചങ്ങ് കാലൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കാണ്. എഴുന്നേൽക്കുക, ഞാനൊരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് നിന്ന് അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് പല കാര്യങ്ങളൊക്കെ നമ്മളവിടെ വായിക്കുന്ന, പത്രോസിനെ തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം കൊർന്നേലിയോസിനും ആ ഒരു തെറ്റ് പറ്റുന്നു എന്ന ഏറ്റവും പക്വതയായിരുന്നു. ഏറ്റവും ക്രിസ്തുവിലേക്ക് കാലെടുത്ത് വെക്കുന്ന കൊർന്നേലിയോസിനും ആ തെറ്റ് പറ്റുന്നതായിട്ട് നമ്മൾ വായിക്കുന്ന ഏറ്റവും പക്വതയാർന്ന യോഹന്നാൻ അപ്പോസ്തലനും വീണ്ടും വീണ്ടും അങ്ങനൊരു കാര്യങ്ങള് ആ ഒരു അത്രമാത്രം ദൈവസാന്നിധ്യത്താൽ അവരങ്ങ് മൂടപ്പെട്ട് അവര് ആ ഒരു അതിന്റെ ഒരു പാരമ്യത്തിലൊരു കാര്യം ചെയ്യുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. അപ്പം അതാ നമ്മളിവിടെ വായിച്ച് ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷിയുള്ള നിന്റെ സഹോദരന്മാർക്ക് യേശുവിന്റെ സാക്ഷിയുള്ളവരെന്ന കാര്യം നമ്മൾ കണ്ടു. അപ്പൊ യേശുവിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ ആത്മാവ്. ആ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്. യഥാർത്ഥത്തിലുള്ള അന്യഭാഷ എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മളുടെ ദേഹിയെ ബൈപ്പാസ് ചെയ്ത് നമ്മളുടെ നാവിൽ അട്രൻസ് തരുന്നതാണ് അന്യഭാഷ. എന്നുവെച്ചാൽ നമ്മളുടെ മനസ്സ് അവിടെ അൺഫ്രൂട്ട്ഫുൾ ആയിട്ടിരിക്കുന്നു എന്ന് അവിടെ 1 Corinthians 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദേഹിയെ ബൈപ്പാസ് ചെയ്ത് നമ്മള് സാങ്ക്ലറിന്റെ ട്രൂത്ത് അബൌട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അന്യഭാഷയെ കുറിച്ചുള്ള സത്യം. അതിനകത്ത് വേറെ ടങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിൽ നിന്ന് നമ്മളുടെ ദേഹിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, നമ്മളുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ദേഹിയുടെ ഒരു പാർട്ട, മനസ്സിനെ അല്ലെങ്കിൽ ദേഹിയെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമ്മളുടെ നാവിലേക്ക് അട്രൻസ് തരുന്നതാണ്. അപ്പൊ നമുക്ക് അറിയാത്ത ഭാഷ നമ്മൾ സംസാരിക്കുന്ന ഒരു യഥാർത്ഥത്തിലുള്ള അങ്ങനെ ഒരു അന്യഭാഷ വരെ ഉണ്ട്. എന്നാൽ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് കാണുന്ന 99% അല്ലെങ്കിൽ 90% ഒക്കെ കള്ള അന്യഭാഷകള്, വ്യാജമായിട്ടുള്ള അനുകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അവരെന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ വരുന്ന വായി വരുന്നതൊക്കെ വിളിച്ച് പറയുന്നതാ, അല്ലെങ്കിൽ അതുപോലൊക്കെ ട്രെയിൻ ചെയ്തെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ. അതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലൂടെ കൂടെ കടന്നുപോയി വായിലൂടെ നാക്കിലെ ദൈവം തരുന്ന അട്രൻസസ് പറയുന്നത് പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് സ്വതവേ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് അവന്റെ സ്വയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ പറയുന്നു. അവന്റെ ജഡത്തിൽ നിന്ന്, ജഡം എന്ന് പറയുന്ന ആ സ്വയമാകുന്ന തിരശ്ശീലയിൽ നിന്നുള്ള പ്രേരണയ്ക്കനുസരിച്ച് അവന് പല കാര്യങ്ങൾ ചിന്തിക്കുന്നു. അവന്റെ യുക്തി അനുസരിച്ച്, അവന്റെ ബുദ്ധി അനുസരിച്ച്, അവന്റെ വികാരങ്ങളനുസരിച്ച്, തീരുമാനങ്ങളനുസരിച്ച് അവന് പല കാര്യങ്ങൾ പറയുന്നു. എന്നാൽ എപ്പോ നമ്മളുടെ സ്വന്തം ഇഷ്ടം സമ്പൂർണ്ണമായിട്ടും സ്വന്തം ഇഷ്ടമാകുന്ന ആ ജഡമാകുന്ന തിരശ്ശീല ക്രൂശില് ആ കർത്താവിന്റെ വചനമാകുന്ന വാളിനെ ഇരയാക്കപ്പെട്ട് നമ്മൾ ഒരു 0 ആയിട്ട് ദൈവമുമ്പാകെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സിനെ പുതുക്കി നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് നമുക്ക് നമ്മളുടെ നാവിലൂടെ ദൈവത്തിന്റെ അട്രൻസസ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിലൊരു ഫ്രീഡം തന്ന്, നമ്മുടെ ആത്മാവിലൊരു സ്വാതന്ത്ര്യം തന്ന് ഏത് വാക്കുകൾ പറയണം എന്നുള്ളൊരു കാര്യം ദൈവം തന്നെ ഒരു അട്രൻസസ് തരുന്ന പ്രവചനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് നമ്മൾ 1 Petrus 4:11 ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും എന്ന് നമ്മളോട് വായിക്കുന്നത്. Whoever speaks is to do so as one who is speaking the utterances of God. ദൈവത്തിന് അരുളപ്പാടായിട്ട് ദൈവം തരുന്ന വാക്കുകൾ ചൂസ് ചെയ്ത് എന്ന് പറഞ്ഞാല് നമ്മൾ 1 Corinthians 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ ജ്ഞാനം എങ്ങനെ സംസാരിക്കണ്ടേ? അത് ആത്മീയ ചിന്തകള്, ആത്മീയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ദൈവം തന്നെ നമ്മള് അതൊരു പ്രവചനപരമായിട്ട് തന്നെ നമ്മളത് 1 Corinthians 14 കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ആ ഒരു ഭാരം, ദൈവം നമുക്ക് ആത്മാവില് പ്രേരണ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമ്മളത് പറയുമ്പോൾ അത് അത് പ്രവചനമായിട്ട് മാറുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം 1 Corinthians 2:12 ഇങ്ങനെ വായിക്കുന്നത്, നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്,
അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായിട്ട്, ദൈവം നമുക്ക് നൽകിയത് അറിയാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്. ലോകത്തിന്റെ ആത്മാവേ അല്ല, ഈ ലോകത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചത്, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ച. ആ പരിശുദ്ധാത്മാവ് എന്താ? നമുക്ക് പരിശുദ്ധാത്മാവ്, ദ സ്പിരിറ്റ് ഹു ഈസ് ഫ്രം ഗോഡ്, സോ ദാറ്റ് വി മേ നോ ദ തിങ്സ് ഫ്രീലി ഗിവൻ ടു us ബൈ ഗോഡ്. ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നിരിക്കുന്ന ഈ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് അവിടെ വായിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തെ അറിയുന്നതിനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാ, ദൈവത്തിന്റെ കാര്യങ്ങൾ, ദൈവത്തിന്റെ ജ്ഞാനം അറിയുന്നതിനായിട്ട് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെയാണ്, ലോകത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നതെന്നാണ് അവിടെ 1 Corinthians 2:12 പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 13ാമത്തെ വചനത്തിൽ പറയും, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. എന്തെങ്കിലുമൊക്കെ ക്ലവർലി ഡിവൈസ്ഡ്, അതെടുത്ത് പറഞ്ഞു ഇതെടുത്ത് പറഞ്ഞു ആൾക്കാരെ ഇരുത്താൻ വേണ്ടി ആ ഉദാഹരണം, അല്ലെങ്കിൽ അവരും ഇന്ന് ഒറേറ്റേഴ്സ് ആയിട്ട് ഭയങ്കര വചനമല്ല, വളരെ ഇലോക്വന്റ് ആയിട്ടുള്ള ഒറേറ്റേഴ്സ്, ഭയങ്കര വാഗ്ധോരണിയോടെ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉരുത്തിരിച്ചിരിക്കത്തക്ക വേണം അവരിങ്ങനെ വലിയ ടോണൊക്കെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യജ്ഞാനത്തിലുള്ള അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലെല്ലാം ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ തരുന്ന ഒരു ഭാരത്തിനനുസരിച്ച്, ഈവൻ നമ്മളുടെ കാഷ്വൽ ആയിട്ടുള്ള നമ്മള് സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ നമ്മള് ദൈവം നമുക്ക് ഹൃദയത്തിൽ തരുന്ന ഫ്രീഡത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ ശീലിക്കണം. എന്നുവെച്ചാൽ നമുക്ക് തോന്നുന്നതെല്ലാം വായി വരുന്നതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ നമ്മളുടെ നാവ് ഉപയോഗിക്കാൻ കർത്താവിനെ കഴിയാതെ പോകും. എന്നുവെച്ചാൽ എന്താ, നമുക്ക് വായി വരുന്ന പരാതിയും പെറുവെറുപ്പും ദേഷ്യവും കോപവും കയ്പും അസൂയയും കുറ്റവും കുറ്റാരോപണവും അങ്ങനെയുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നാവിക്കൂടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ അതേ ദ്വാരത്തിൽ കൂടെ എങ്ങനെ കയ്പുള്ള വെള്ളം വന്നതിൽ കൂടെ പിന്നെ എങ്ങനെ നല്ല വെള്ളം വരുന്നതെന്നൊക്കെ യാക്കോബ് 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് നമുക്കറിയാം. 10 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിൽ നിന്നെല്ലാം മനസാന്തരപ്പെട്ട് കർത്താവേ, എന്റെ നാവ് അങ്ങേക്കായിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് വരുതാത്തതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ പ്രവചനം, യേശുവിന്റെ സാക്ഷ്യമാണ് ഈ പ്രവചനത്തിന്റെ ആത്മാവത. അതിൽ നിന്ന് നമ്മളിഞ്ഞ് വന്ന് വെളിപാട് 19:10 കർത്താവെ, അവിടുന്ന് കർത്താവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റും. അവിടെ ആണെങ്കിലും നമ്മളെന്തോ അടിച്ചു പിടിച്ചിരിക്കണം എന്നുള്ളതല്ല, മറിച്ച് കർത്താവെ ആത്മീയ വർദ്ധന ഉതകുന്ന കാര്യങ്ങൾ പറയാൻ, ആകാത്ത വാക്കൊന്നും എന്റെ വായിൽ നിന്ന് വരരുത്. കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന വാക്കുകൾ വേണം വരാൻ. ഞാൻ പറയുന്നതല്ല, നമുക്കറിയാം എഫേസ്യർ 4:29 നമ്മളത് വായിക്കുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുമാറ് ആകാത്ത വാക്കൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് according to the need of the hour, let no unwholesome word proceed from your mouth, but such a word as is good for edification according to the need of the hour, that it may impart grace to those who hear. അതാ എഫേസ്യർ 4:29 നമ്മൾ വായിക്കുന്ന, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതൊക്കെ വേണം ആവശ്യത്തിനനുസരിച്ച്, ആ ഓരോ സമയത്തിനനുസരിച്ച്, ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുകയല്ല, മറിച്ച് ആ സമയത്തിനനുസരിച്ച് ഒരു കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ എന്നൊക്കെ കൊളോസ്യർ 4:6 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അതെ, മലയാളം പരിഭാഷയിൽ അവിടെ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെ, ബട്ട് ഇൻ ദോസ് ടോട്ട് ബൈ ദ സ്പിരിറ്റ് combining spiritual thoughts with spiritual words. കമ്പൈനിങ് സ്പിരിച്വൽ വിത്ത് സ്പിരിച്വൽ എന്നാണ് യഥാർത്ഥത്തില് ഗ്രീക്കിലുള്ളത്. ആ തോട്ട്സും വേർഡ്സും ഇറ്റാലിക്സിൽ NASB അതങ്ങ് ഇംപ്ലൈഡ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുക. കമ്പൈനിങ് ഉള്ള വാക്ക് അവിടെ സുങ്ക്രിനോ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഗ്രീക്കിലുണ്ട്, എന്നാൽ മലയാള പരിഭാഷയിൽ അതങ്ങ് വ്യക്തമായിട്ട് വന്നിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ആത്മീയമായിട്ടുള്ള ചിന്തകള്, ആത്മീയമായിട്ടുള്ള വേർഡ്സില് പറയുന്നൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരുന്നത് പോലെ സുങ്ക്രിനോ എന്ന് പറഞ്ഞാൽ ടു ജോയിൻ ടുഗദർ ഫിറ്റ്ലി, കമ്പൈൻ, കമ്പയർ എന്നൊക്കെയുള്ള അർത്ഥമുള്ള ഒരു വാക്ക് ഇത് സുങ്ക്രിനോ എന്നുള്ള വാക്ക്. അപ്പം ആ ഒരു ആത്മീകമായിട്ടുള്ളത് ആത്മീകമായതുകൊണ്ട്, അത് മലയാളത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, ആത്മികന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതാണ്. ആ തെളിയിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തെളിയിക്കുന്നു എന്നുള്ള വാക്കാണ് NASB. അത് രണ്ടർത്ഥത്തിൽ തെളിയിക്കുന്നു, ഇന്റർപ്രറ്റ് എന്നുള്ളൊരു അർത്ഥം ഉണ്ട് അതിന്.
എന്നാൽ കമ്പയറും കമ്പൈൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇപ്പൊ ഒരു പല അർത്ഥതലങ്ങളുള്ള ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു എന്ന അവിടെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആത്മീയമായിട്ടുള്ള ചിന്തകള് ആത്മീയമായിട്ടുള്ള വാക്കുകള് കൊണ്ട് കൂട്ടിച്ചേർത്ത് പറയുന്നത് സംസാരിക്കുന്നു എന്നാണ് NASB ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥതലങ്ങൾ തന്നെയാണ്. തെറ്റായ ട്രാൻസ്ലേഷൻ ഒന്ന് തെറ്റെന്ന് നമുക്ക് പറയാനൊക്കെ രണ്ടും കറക്റ്റ് ട്രാൻസ്ലേഷൻ തന്നെ. എന്നാൽ അതിന്റെ രണ്ടും കൂടെ ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടി ഒരു ആഴം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആത്മീയമായ, അതായത് നമ്മള് സംസാരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം എന്ന് റോമർ 8:6 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജീവനും സമാധാനത്തെയും കെടുത്തുന്ന നമ്മുടെ മനസാക്ഷിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എളുപ്പം നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവമുമ്പാകെ നിരപ്പ് പ്രാപിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നെ ദൈവത്തിന്റെ വചനം പറയാൻ നമ്മുടെ നാവ് പൊങ്ങത്തില്ല. നമുക്കപ്പോ സാക്ഷ്യം പറയാനോ പ്രാർത്ഥിക്കാനോ എല്ലാത്തിനും ഒരു മടിയായിരിക്കും, ഒരു സങ്കോചമായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും വീണു പോയിട്ടുള്ളവരായിരുന്ന നമ്മളത് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് കർത്താവേ അവിടെ കർത്താവിനെ കഴുകണം, ഇനി എന്റെ നാവ് അവിടത്തേക്ക് മാത്രം ഉപയോഗിക്കുവാൻ, തിരുനാമ കീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനാ നാഥ നമ്മൾ പാടുന്നത് പോലെ അതുപോലെ നമ്മൾ നാവിനെ കർത്താവിനായിട്ട് കൊടുത്താലേ കർത്താവിന്റെ വായ നമ്മൾ ആവത്തുള്ളെന്ന യെരമ്യാവ് 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. വ്യർത്ഥമായിട്ടുള്ളതൊക്കെ മാറ്റി യെരമ്യാവ് 15-ാം അധ്യായത്തില് അത് കർത്താവിന്റെ നാവാവേണ്ട ആരാ? വചനം ചർച്ചിൽ വചനം പറയുന്ന അങ്കിൾമാര് മാത്രമാണോ? അല്ല, എല്ലാവരും കർത്താവിന് വായാകണമെന്ന കർത്താവിന്റെ ആഗ്രഹം. നമുക്ക് നമ്മുടെ ശരീരം കർത്താവിന്റെ ആലയമായിട്ട് എല്ലാവരിലും കർത്താവിനെ വസിക്കണം. നമ്മുടെ ചെറുപ്പക്കാരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം കർത്താവിനെ അവരിലൂടെ സംസാരിക്കാനൊക്കെ. അപ്പൊ കർത്താവിന്റെ വായാകണമെങ്കിൽ കർത്താവിന് പറയാനുള്ളത് നമ്മളിലൂടെ പറയുവാൻ കർത്താവിനെ നമ്മളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം പറയാൻ നമ്മൾ ദൈവത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യെരമ്യാവ് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 19-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, നീ മടങ്ങി വന്നാൽ എന്ത് ചെയ്ത് മടങ്ങി വരണം? നീ മാനസാന്തരപ്പെട്ട് വരണം. അതിന് തൊട്ട് മുമ്പ് ദൈവത്തോട് കുറച്ച് പരാതിയും പിറുപിറുപ്പൊക്കെ യെരമ്യാവ് പറഞ്ഞു. എന്റെ വേദന നിരന്തരമാണ്. 18-ാമത്തെ വാക്യം കുറച്ച് പരാതിയൊക്കെ പറയും. എന്റെ മുറിവ് പൊറുക്കാത്തവണ്ണം വിഷമമായിരിക്കുന്നത് എന്ത്? നീ എനിക്ക് ചതിക്കുന്ന തോടും മറ്റിപ്പോകുന്ന വെള്ളമൊക്കെയാണോ എന്നൊക്കെ കുറച്ച് വ്യർത്ഥമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു, അധമമായതൊക്കെ പറഞ്ഞു. അപ്പൊ ഭർത്താവ് പറയും, നീ മടങ്ങി വാ, അത് കഴിഞ്ഞിട്ട് എന്റെ മുമ്പാകെ നിൽക്കേ, അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പാകെ നിൽക്കുവാണെങ്കിൽ ഞാൻ വീണ്ടും കൈക്കൊള്ളു. നീ അധമമായത് ഇപ്പൊ നീ അധമമായിട്ടുള്ള കുറച്ച് പറഞ്ഞു, എന്താ ചതിക്കുന്നതോടാണോ പറ്റിപ്പോകുന്ന വെള്ളമാണോ എന്നൊക്കെ അധമമായിട്ട് വായി തോന്നിയൊക്കെ നീ കുറച്ച് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്റെ നാവിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ എന്റെ നാവല്ല, കർത്താവിന്റെ വിലയേറിയ രക്തം കൊടുത്ത് വാങ്ങിയ നാവായത്. നമ്മളെ എന്ത് വില കൊടുത്ത വാങ്ങിയത്? നമ്മളത് 1 പത്രോസ് 1:17-18 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാ നമ്മളെ. അപ്പൊ നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ ആത്മാവിനെയും നമ്മുടെ ദേഹിയെയും എല്ലാം കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നാം നമ്മുടെ ഇഷ്ടപ്രകാരം അത് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ അടുത്തുനിന്ന് ആരെങ്കിലും ഒരു കാര്യം, നമ്മളുടെ അടുത്തുനിന്ന് ഒരു കാർ അയാൾ വിലയ്ക്ക് വാങ്ങി, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അയാളുടെ വീട്ടിൽ പോയി ചാവി സംഘടിപ്പിച്ച് ആ കാർ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ എത്ര ധിക്കാരമായിരിക്കും. അയാൾ വിലയ്ക്ക് വാങ്ങിയത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അനുവാദം കൂടാതെ പിന്നെ കാറിൽ നിന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് തെറ്റായ ശരിയായ കാര്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മെ തന്നെ വിലക്കി വാങ്ങിയത്. അപ്പൊ നമ്മുടെ കണ്ണുകളും നമ്മുടെ നാവും നമ്മുടെ കൈകളും നമ്മുടെ ചിന്തകളും ഒക്കെ നമുക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അധമമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാല്, അങ്ങനെയാണെങ്കിൽ നീ എന്റെ വാ പോലെ ആകും, നീ എന്റെ വായാകുന്ന ആ പോലെയാകുന്ന മലയാളത്തിൽ എഴുതിക്കുന്നത് യു വിൽ ബിക്കം മൈ സ്പോക്സ്മാൻ, നീ എന്റെ വായാകും, എന്റെ വക്താവാകും എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അങ്ങനെയാണ് കർത്താവിന്റെ പ്രവചനത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ സാക്ഷ്യം ആകുന്ന പ്രവചനത്തിന്റെ ആത്മാവ് പ്രസ്താവിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. 1 Corinthians 14-3 വാക്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രവചനത്തിന്റെ ആ ഒരു ഡെഫിനിഷൻ, പ്രവചനത്തിന് ഒരു ഡെഫിനിഷൻ നമ്മളിവിടെ 1 Corinthians 14-3 കാണുന്നുണ്ട്. വേറൊരു ഡെഫിനിഷൻ ഇപ്പൊ നമ്മൾ വെളിപാട് 19-10 വാക്യത്തിൽ നമ്മൾ കണ്ടത്. വെളിപാട് 1 Corinthians 14-3 നമ്മൾ കാണുന്ന എന്താ? പ്രവചിക്കുന്നവനും ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ തരുന്ന ആ വാക്കുകൾ നമ്മൾ സംസാരിക്കും. ആത്മീയ വർധന മറ്റൊരു ബിൽഡപ്പ് ചെയ്യുന്നത്, മറ്റുള്ള പ്രബോധനത്തിനായിട്ട്, എക്സോട്ടേഷനായിട്ട്, ആശ്വാസത്തിനായിട്ട്, കൺസലേഷനായിട്ട് ഒക്കെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. എക്സോട്ടേഷൻ, എഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ആത്മീയമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. എക്സോട്ടേഷൻ എന്ന് പറയുന്നത് അവിടെ പാരാക്ലിസിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എക്സോട്ടേഷനും എൻകറേജ്മെന്റിനും എല്ലാം അർത്ഥമുള്ള, നമ്മളെ ഉത്സാഹിപ്പിക്കുകയും നമ്മളെ പ്രബോധിപ്പിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ആശ്വാസം, നമ്മുടെ ദുഃഖത്തിലെ പ്രയാസങ്ങളിലൊക്കെ നമുക്കൊരു ആശ്വാസം തരുന്ന വാക്കുകൾ.
അതൊക്കെയാണ് യഥാർത്ഥത്തിൽ, അതെല്ലാം ദൈവവചനത്തിൽ നിന്ന് സിമ്പിളായിട്ട് പറയാം, നമ്മൾ ദൈവവചനം ദൈവാത്മാവിനെ സംസാരിക്കുന്നതാണ് പ്രവചനം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, ദൈവജനത്തിന് ആവശ്യമുള്ള കാര്യങ്ങള് സംസാരിക്കുന്ന പ്രവചനം. അത് ആ പ്രവചന വരത്തിനായിട്ട് വാഞ്ചിക്കുമെന്നാണ് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 14:1 1 കൂടുതൽ 14:1 സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവാൻ ആത്മീയ വരങ്ങൾ വിശേഷ അന്യഭാഷാപരമെന്നല്ല, പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സർക്കിൾസിൽ പറയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നത്. പ്രവചനപരവും വാഞ്ചിക്കുമെന്ന്. യഥാർത്ഥമുള്ള പ്രവചനപരം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതുപോലെ ആത്മീയവർദ്ധനവിനും ആശ്വാസത്തിനും ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നതാണ് പ്രവചനം. പിന്നെ പ്രവചനത്തിന് ഒരു ഡെഫിനേഷൻ ഇപ്പം നമ്മൾ വെളിപാട് 19:10 വായിക്കുന്ന യേശുവിന്റെ സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. അപ്പം പ്രവചനത്തിന്റെ ആത്മാവ്, പ്രവചനത്തിന്റെ ആ ഒരു അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് പ്രോഫസി എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ സാക്ഷ്യം. അപ്പൊ യേശുവിന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ യേശുവിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം ആ പ്രവചനം. അതാണ് നമ്മളിപ്പം ഇവിടെ നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ വായിച്ചത്. അതായത് അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. ക്രിസ്തീയ ലോകത്തും ഇങ്ങനെ പലരും ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്കായിട്ട് മധ്യസ്ഥനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന പല പല ശുശ്രൂഷകന്മാരൊക്കെ, പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ പലപ്പോഴും അവര് പറയുന്നത് കൊണ്ടൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അവരാണ് പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നോക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയൊക്കെയുള്ള അവരിലേക്ക് മനുഷ്യരെ അവര് ആക്ഷരികമായിട്ട് വണങ്ങുന്നതായിരിക്കും. പക്ഷെ എല്ലാത്തിലും അതുപോലെ അങ്ങ് പാസ്റ്റർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാര് പറഞ്ഞു, റവറന്റ് പറഞ്ഞു, മോസ്റ്റ് ഹോളി റവറന്റ് പറഞ്ഞു, പിതാവ് പറഞ്ഞു, പരമപിതാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭോഷത്തരങ്ങളൊക്കെ ഇന്ന് പലയിടത്തും നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ വ്യാജ പ്രവാചകന്മാരാ. എന്നാൽ ഏറ്റവും ദൈവത്തിന്റെ ദൂതനായിട്ടുള്ള ദൂതൻ എന്താ പറയുന്നത്? ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, നിന്നെ പോലെ ഞാനൊരു വൃത്യം മാത്രമാണ്, ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി. യേശുവിന്റെ സാക്ഷ്യം വൈകിയ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യം, കർത്താവിന്റെ ആ ജീവൻ വൈകുന്നതിനെ കുറിച്ച്, അത് യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ ഒരു നിർവചനമാണ്. നമ്മൾ യേശുവിന്റെ സാക്ഷ്യം എന്നുള്ളതാണ് യേശുവിന്റെ സാക്ഷ്യം. അതായത് ഒരു വചനം സംസാരിക്കുന്ന ആള് യേശുവിന്റെ താഴ്മയും യേശുവിന്റെ സൗമ്യതയും യേശുവിന്റെ കാർക്കശ്യത്തെയൊക്കെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, അതോ എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ അറിവിൽ നിന്നോ പുള്ളിയുടെ പാരമ്പര്യത്തിൽ നിന്നോ പുള്ളിയുടെ പരിചയത്തിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായി വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതോ യേശുവിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണോ, യേശുവിനെ ഉയർത്തുന്ന കാര്യങ്ങളാണോ ഇദ്ദേഹം പറയുന്നത്? അപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രവചനം ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യങ്ങളാണ്. തങ്കിലേക്ക് ആകർഷിക്കുവാണെങ്കിൽ അത് വ്യാജ പ്രവചനം. നമ്മൾ യോഹന്നാൻ 16:14 എന്താ കാണുന്നത്? പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്നുള്ളത് എടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരികയും യേശുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മളവിടെ യോഹന്നാൻ 14:16 വാക്യം നമുക്ക് നോക്കാം. നമ്മളത് വാക്യപ്രതിവാക്യമായിട്ട് യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോഴും എല്ലാം പലപ്പോഴും ഒക്കെ നമ്മളത് കണ്ടിട്ടുള്ള വാക്യം. 14:16 എന്താ? നമ്മള് 16:14 വാക്യത്തില്, അവൻ എനിക്കുള്ളത് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യേശുവിൽ നിന്നുള്ളത് എടുത്ത് യേശുവിന്റെ ആ സ്വഭാവം, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കൃപ, യേശുവിലുള്ള സത്യം, അത് എടുത്ത്, കൃപയും സത്യവും നിറഞ്ഞതായിട്ട്, കൃപ മാത്രമല്ല സത്യവും മാത്രമല്ല, എന്നുവെച്ചാൽ മാംസം മാത്രമല്ല ഇല്ലുകൾ മാത്രമല്ല, മാംസവും അസ്ഥികൂടവും കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യനായിട്ട് വരുന്നതെന്ന് പറഞ്ഞതുപോലെ കാർക്കശ്യമുണ്ട്, സത്യമുണ്ട്, എന്ന കൃപയുമുണ്ട്. കൃപ മാത്രം എന്ന് പറഞ്ഞാൽ അതൊരു മാംസപിണ്ഡമായി പോകും, കാർക്കശ്യം മാത്രം എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥികൂടമായി പോകും. എന്നാൽ രണ്ടും കൂടെ ചേരുമ്പോഴേ ഒരു മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നതെന്ന് പറഞ്ഞതുപോലെ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തു. അതായത് ഒരു പഴം, ആ പഴത്തിന്റെ ഉള്ളില് വിത്തുണ്ട് എന്ന് പറയുന്നത് പോലെ, ഇപ്പൊ മാങ്ങയുടെ ഉള്ളില് മാങ്ങാണ്ടി ഉണ്ടെന്ന് പറയുന്നത് പോലെ സത്യമുണ്ട്, എന്നാൽ അതൊരു കൃപയിൽ പൊതിഞ്ഞ് സ്നേഹത്തിൽ സത്യത്തെ കൈക്കൊണ്ട് നമ്മൾ എഫേസ്യർ 4:15 വായിക്കുന്നത് പോലെ നമ്മള് സത്യം സംസാരിക്കും, എന്നാൽ അത് സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. കർക്കശത്തോടെ ചിലപ്പം എന്നെ വിട്ടുപോ സാത്താനെന്ന് വരെ കർത്താവ് പറഞ്ഞു, സർവ്വസന്ധതികളിൽ നിന്ന് വരെ വിളിച്ചു. അപ്പോഴും കർത്താവിന്റെ സ്നേഹത്തിനോ സൗമ്യതയ്ക്കോ ഒരു ഫോട്ടോ ഇല്ലായിരുന്നു. കർത്താവ് സ്നേഹത്തിൽ തന്നെ അവരുടെ ആ ഒരു മാനസാന്തരത്തിനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് അവരോട് സംസാരിച്ച്, ഇപ്പോൾ പത്രോസിനോട് പോലും സംസാരിച്ചത്. അപ്പം യഥാർത്ഥത്തിലുള്ള പ്രവചനം ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതാണ്. അത് മാത്രമല്ല ക്രിസ്തു സംസാരിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതല്ല പ്രവചനം, മറിച്ച് ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ. പുതിയ നിയമത്തിലെ കർത്താവ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണത്തിലെ കർത്താവിന്റെ ആ ഒരു വലിയ പ്രസംഗം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, ആ പ്രസംഗത്തിലെ കാര്യങ്ങൾ തന്നെ ക്രിസ്ത്യ ലോകത്ത് എത്രമാത്രം പ്രസംഗിക്കപ്പെടുന്നുണ്ട് എന്ന് നോക്കിയാൽ തന്നെ ഇന്നത്തെ പ്രവചനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുടെ പോഷത്തിൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ കർത്താവ് വചനത്തിൽ എന്താ പ്രാധാന്യം കൊടുത്തത്? കർത്താവ്
എന്താ എന്താ പഠിപ്പിച്ചത്, കർത്താവ് പറഞ്ഞ നിത്യജീവൻ എന്താണ്, കർത്താവ് പറയുന്ന ദൈവരാജ്യം എന്താണ്, കർത്താവ് പറയുന്ന ആ ഒരു ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുന്ന കാര്യം, ആ കാര്യങ്ങള് തന്റെ പ്രാണനെ തന്റെ സ്വയജീവനെ കളഞ്ഞ് തന്റെ പ്രാണനെ നേടുന്ന കാര്യവും അത് നിത്യജീവനായിട്ട് അതിനെ കാക്കുന്ന കാര്യവും അങ്ങനെയുള്ള കർത്താവ് പറഞ്ഞ കാര്യങ്ങള്, കർത്താവ് പണത്തിനെതിരെ, പണത്തിനെതിരെയല്ല പണസ്നേഹത്തിനെതിരെയും കർത്താവിന്റെ മനുഷ്യമാനം തേടുന്നതിലേക്ക് പറഞ്ഞു, കർത്താവ് കോപത്തിനെതിരെയും മോഹത്തിനെതിരെയും പറഞ്ഞു, ആകുല ചിന്തകൾക്കെതിരെയും മറ്റുള്ളവരെ വിധിക്കുന്നതിനെതിരെയൊക്കെ പറഞ്ഞു. മത്തായി 5-6-7 അധ്യായങ്ങളിലെ ആ കാര്യങ്ങളെ നമ്മൾ എപ്പോഴും പറയുന്നത്, കോപവും മോഹവും പിന്നെന്താ ശത്രുക്കളെ സ്നേഹിക്കുന്ന കാര്യവും എല്ലാവരോടും ക്ഷമിക്കുന്ന കാര്യവും, അതൊക്കെ മത്തായി 5-ാം അധ്യായത്തിലെ ആ ശത്രുക്കളെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ വരുന്നു. മത്തായി 5:21 മുതല്. പിന്നെ ആത്മാവിലെ ദാരിദ്ര്യം മുതൽ ആ ഭാഗ്യവർണ്ണന വരുന്നു. പിന്നെ മത്തായി 6-ാം അധ്യായത്തിൽ മനുഷ്യമാനം തേടുന്നവരെ എതിരെ കർത്താവ് പറയുന്നു, പണസ്നേഹത്തിനെതിരെ പറയുന്നു, പിന്നീട് ആകുല ചിന്തകൾക്കെതിരെ പറയുന്നു, അത് മത്തായി 6-ാം അധ്യായം. പിന്നെ മറ്റുള്ളവരെ വിധിക്കുന്നതിരെ മത്തായി 7-ാം അധ്യായത്തിൽ പറയുന്നു. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നതൊക്കെ നിങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ചോദിക്കാനും പറയുന്നു. പിന്നെ വഴികളുടെ കാര്യവും വൃക്ഷങ്ങളുടെ കാര്യവും അടിസ്ഥാനങ്ങളുടെ കാര്യവും ഒക്കെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ക്രിസ്ത്യ ലോകത്തെ പ്രസംഗങ്ങൾ കേൾക്കാനൊക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ തന്നെ കർത്താവ് പലയിടങ്ങളിലും പിന്നെയും ഊന്നി പറയുന്നതും അപ്പോസ്തലന്മാരത് അത് വിശദമാക്കി പറയുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ യഥാർത്ഥത്തിലുള്ള പ്രവചനം കർത്താവിന്റെ വചനത്തിലുള്ള ആ ഒരു ഹോൾ പർപ്പസ്, അതിലുള്ള പൂർണ്ണ ആലോചന, ഐ ഡിഡ് നോട്ട് ഷ്രിങ്ക് അവേ ഫ്രം ഡിക്ലെയറിംഗ് ടു യു ദ ഹോൾ പർപ്പസ് ഓഫ് ഗോഡ് എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തില് 20-27 അപ്പോസ്തലപ്രവൃത്തി 20-27 ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ മുഴുവൻ ആലോചന പറയുന്ന അതാണ് പ്രവചനം. കർത്താവിലേക്ക് ആകർഷിക്കുന്നു. കർത്താവിന്റെ വചനം അത് അതുപോലെ തന്നെ പറയുന്നു. അത് മറ്റുള്ളവർക്ക് അത് ഒഫൻസ് ആവുമോ, ഇത് അവർക്ക് മുറുക്കപ്പെടുവോ, ഇവർക്ക് മുറുക്കപ്പെടുവോ, അവരെ അത് പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു, അങ്ങനെയുള്ള കാര്യമല്ല. മറിച്ച് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ആരെന്ത് വിചാരിച്ചാലും അത് സ്നേഹത്തിൽ അങ്ങ് സത്യം സംസാരിക്കുന്നതാ പ്രവചനം. കർത്താവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന, നമ്മളിലേക്ക് തന്നെ ആകർഷിക്കുന്നതെല്ലാം കർത്താവിലേക്ക് ആകർഷിക്കുന്നത്. ആ ഒരു കർത്താവിന്റെ സാക്ഷ്യം ഉള്ള ഒരു യഥാർത്ഥത്തിലുള്ള പ്രവചനം പറയുന്നവരായിട്ട് നമ്മൾ അത് ആരെങ്കിലും കുറച്ചുപേര് പറയണമെന്നാണോ? ഇല്ല, എല്ലാവരും അങ്ങനെ പ്രവചിക്കണം എന്നാണ് നമ്മളവിടെ 1 Corinthians 14:26 ഒരു സഭയായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ ആരെങ്കിലും അൺഗോഡ്ലി ആയിട്ടുള്ളവർ, അതായത് അഭക്തരായിട്ടുള്ളവർ കയറി വരുമ്പോൾ 1 Corinthians 14:26 ആകയാൽ സഹോദരന്മാര് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും അതിന്റെ 24 ഞാൻ പറഞ്ഞത്, സോറി, 1 Corinthians 14:24 എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലും അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധം വരും. എല്ലാവരും പ്രവചിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രവചിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സമയമില്ലെങ്കിലും എല്ലാവരും എന്തെങ്കിലും ഒന്ന് 1 മിനിറ്റെങ്കിലും 1/2 മിനിറ്റെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ടെസ്റ്റിഫൈ ചെയ്യാനൊക്കെ നമ്മളെ പലപ്പോഴും ഉത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത്. ഓഫ്കോഴ്സ് ശരിയാ, നമുക്ക് ചില മീറ്റിങ്ങുകൾ സമയക്കുറവൊക്കെ കൊണ്ടുകൊണ്ട് ചിലപ്പോൾ അത് സാധിക്കത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും എല്ലാവരും പ്രവചിക്കണം. എല്ലാവരും ആ ഒരു ദൈവത്തിന്റെ വചനം അത് ഏറ്റുപറയുവാന് അവരുടെ വിശ്വാസം, അവരുടെ ആ ഒരു നമ്പിക്ക അരിക്ക് ചെയ്യണമെന്നൊക്കെ നമ്മുടെ തമിഴ് സഹോദരന്മാര് പറയുന്നത് വെച്ചാല് കൺഫെഷൻ ഓഫ് എ ഹോപ്പ്, നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം ഏറ്റു പറയുന്ന ഒരു കാര്യം. അങ്ങനെ പ്രവചിക്കണം. അത് നമ്മൾ വീട്ടിൽ തന്നെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ ദൈവവചനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെച്ച് ശീലിക്കുമ്പോഴാണ് നമുക്ക് കൂടി വരുമ്പോൾ നമ്മുടെ ഇടദിവസ മീറ്റിങ്ങിനും ഞായറാഴ്ച മീറ്റിങ്ങിനും ഒക്കെ നമുക്ക് എഴുന്നേറ്റ് പറയാനുള്ള വായിലെ കെട്ടൊക്കെ, നമ്മുടെ സഹോദരങ്ങളുടെ തന്നെ പലരുടെയും വായിലെ കെട്ടൊക്കെ ഇപ്പം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അതിന് നമ്മൾ ദൃക്സാക്ഷികളാണ്. അപ്പം അതുപോലെ കർത്താവിന്റെ വചനം പറയാനായിട്ട് ദൈവം നമ്മുടെ നാവിന്റെ കെട്ടുകളൊക്കെ അഴിക്കട്ടെ എല്ലായിടത്തും. അങ്ങനെ യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ സാക്ഷ്യമുള്ള പ്രവചനത്തിന് ആത്മാവുള്ളവരായിട്ടായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ വലിയ മാതൃകയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് സംസാരിച്ചതുപോലെ ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ലെന്ന് യോഹന്നാൻ 7:46 കർത്താവെ അങ്ങേ കേട്ടവര്, അങ്ങയുടെ എതിരാളികൾ പോലും പറഞ്ഞുവെങ്കിൽ കർത്താവെ ഇവിടുത്തെ അഭിഷേകത്തോടെ കർത്താവെ സംസാരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ കർത്താവെ കൂടുതൽ അധികം പ്യുവറായിട്ട് സ്നേഹത്തിലും കാർപ്പിസ്യത്തിലും അവിടുത്തെ വചനപ്രകാരവുമായി തീരുന്നതിന് വേണ്ടി കർത്താവെ, അവിടുത്തെ ആലോചനകളെ അരുളപ്പാടായിട്ട് കർത്താവെ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുന്നതിന് വേണ്ടി പ്രവചനത്തിന്റെ വരം കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ സാക്ഷ്യമുള്ള ആ ഒരു പ്രവചനത്തിന് ആത്മാവോടുകൂടി ആ ഒരു കർത്താവെ വാക്കുകൾ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവെ ഞങ്ങള് കർത്താവെ ആ കല്യാണത്തിന് ഒരുക്കപ്പെടുന്ന കാന്തയായിട്ട് ഞങ്ങളുമായി തീരുവാന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ 30 മീനിയോ 60 മീനിയോ അല്ല 100 മീന് തന്നെ ഫലം കായ്ക്കുവാന് കർത്താവെ അത് വഴിയരികത്തോ പാറമേലോ ഉള്ളിനിടയിലോ ഒക്കെ ഒന്ന് വീണു പോവാതെ 100% അങ്ങേക്കായിട്ട് ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് വിളിച്ചതിന് ഒത്തുവണ്ണം സമ്പൂർണ്ണമായിട്ടും അവിടത്തേക്ക് ഞങ്ങൾ അതിന് താഴ്ത്തി ഏൽപ്പിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും അവിടത്തേക്കായിട്ട് തുറന്നു നൽകുക. ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ ഫ്രഷായിട്ട് അവിടെ നിറച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ ഉത്സാഹിപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാ യേശു കർത്താവിന് വിലയേറെ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഞങ്ങള് വ്യാഴാഴ്ച മുതൽ തുടങ്ങുന്ന കോൺഫറൻസിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ വലിയ കർത്താവ് ആശേഷന്മാരെ അങ്ങ് അയക്കാൻ പോകുന്ന ഓർത്ത് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. അറേഞ്ച്മെന്റും സഹോദരങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനെ സംസാരിക്കുന്ന സഹോദരങ്ങളെല്ലാം ലീഡ് ചെയ്യുന്ന സഹോദരങ്ങളെല്ലാം കർത്താവ് അവിടുന്ന് സഹായിച്ചാട്ടെ. അവിടുത്തെ അഭിഷേകത്തിൽ നിർത്തിയാട്ടെ. തുറന്ന സ്വർഗത്തെ തന്നാട്ടെ. രാത്രി അവിടുത്തെ നാമത്തെ മുഹൂർത്തപ്പെടുത്തിയാട്ടെ. യാത്രയെല്ലാം കൂടെ ഇരുന്നാട്ടെ. ആപത്തിനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ബന്ധിച്ച് കർത്താവ് വലിയ വിടുതൽ അങ്ങ് സഭയ്ക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അങ്ങ് പണിതാട്ടെ. പാതാള ഗോപുരങ്ങളെയും ജയിക്കുന്ന സഭയെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഈശോ കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ.